നമസ്കാരം. കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായി വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മളോട് സംസാരിക്കാൻ ഇന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടു. അത് കഴിഞ്ഞ് 2025 ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പക്ഷേ പഴയതിൽ നിന്നും വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് കേരളത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ LDFും സർക്കാരും നേരിടുന്നത്. അതിൽ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റമാണ് ആ ഒരു ആത്മവിശ്വാസത്തിന് കാരണമെന്ന് പൊതുവെ ജനങ്ങൾ പറയുന്നു. ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് മാജിക്കാണ് ഈ 1.5 വർഷത്തിനകം നമുക്ക് സംഭവിച്ചത്? രണ്ട് തെരഞ്ഞെടുപ്പും രണ്ട് രീതിയിലാണ് ജനങ്ങൾ കാണുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം കാണണം. ഒന്ന്, ലോക്സഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ എത്രത്തോളം ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാർ പോയാൽ പറ്റും, പ്രത്യേകിച്ചും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അവർ പോയാൽ എല്ലാം മാറും, ആകെ അവിടെ ഇപ്പോൾ ഗവൺമെൻറ് മാറി പിടിക്കാൻ പോവുകയാണ്, അതിന് കോൺഗ്രസിൻ്റെ നമ്പർ കൂടണം, അതിനെ സഹായിച്ചവരുണ്ട് അവരുടെ കൂടെ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പോയിട്ട് ഉള്ളതിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് പോവുകയും ബീഹാറിൽ പോയിട്ട് അവിടുത്തെ മുന്നണിക്കകത്ത് നിന്നിട്ട് മുന്നണിയെ തകർക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ കുറച്ചുകൂടെ ജനങ്ങൾക്കറിയാം. 200 സീറ്റ് BJP കിട്ടിയത് കുറച്ച് അവരുടെ തെറ്റായ പ്രവണതകൾ കൊണ്ടാണെന്ന് നമുക്കറിയാം. അതേസമയം മുന്നണിയുടെ സീറ്റിൽ തന്നെ ഈ വലിയൊരു മുന്നണി ഉണ്ടാക്കി, മഹാഗത്ബന്ധൻ ഉണ്ടാക്കി, അതിനകത്ത് തന്നെ പരസ്പരം റിവലായിട്ടൊക്കെ മത്സരിച്ചും കൂടിയാണ് കോൺഗ്രസ് അവിടുത്തെ പരാജയത്തിന് ആക്കം കൂട്ടിയതെന്ന് ആൾക്കറിയാം. ഞാൻ പറഞ്ഞപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണ്ട സമയത്ത് കോൺഗ്രസ്സിലുണ്ടായിരുന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിൽക്കുന്നവരാ ഇടതുപക്ഷമാണ്. ഓരോ മെമ്പർമാരും അതത് സ്ഥലത്തെ തദ്ദേശ സ്ഥാപനങ്ങളും ആണ് ജനന മരണ രജിസ്റ്റർ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ജനന മരണം വരെയുള്ള കാര്യങ്ങൾ നോക്കുന്നതാണല്ലോ പഞ്ചായത്തിൻ്റെ ജോലി. ആ കാര്യങ്ങൾക്ക് എപ്പോഴും വോളണ്ടിയർമാരെ പോലെ അവരുടെ കൂടെ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നിൽക്കുന്നത് ഇടതുപക്ഷ അംഗങ്ങളാണെന്ന് അവർക്കറിയാം. അതിൻ്റെ ഒപ്പം ഈ തദ്ദേശ സ്ഥാപനങ്ങളെ ഇത്രയും ശക്തിപ്പെടുത്തുന്നത് കേരളത്തിലേ ഉള്ളൂ, ഇന്ത്യയിൽ വേറെ എവിടെ ഇല്ല. നമ്മുടെ പ്ലാനിനകത്തെ 1/3 പണം, പദ്ധതി വിഹിതത്തിന് 1/3 പഞ്ചായത്തിന് തന്നെ കൊടുക്കുക. നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ധാരാളം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ജനകീയാസൂത്രണം തുടങ്ങി ഇപ്പോഴത്തെ എല്ലാ ജനകീയമായ പരിപാടികളുടെയും നേതൃത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ വ്യത്യാസമുണ്ട്. അതിനൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിയതുപോലെ എല്ലാവർക്കും ഒപ്പം ജനങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ഗവൺമെൻറ് എന്ന നിലയിൽ എല്ലാ മേഖലയിലും ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ പ്രദേശം എടുത്താലും കഴിഞ്ഞ 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും അടിസ്ഥാന സൗകര്യം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, ജോലി സാധ്യതകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരിക. ഏത് കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകൾ. പൊതുവെ ഇപ്രാവശ്യം അതിലും മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ ഈ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള ആശങ്കകളായിരുന്നല്ലോ വളരെ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞു കേരളം സാമ്പത്തിക നില മെച്ചപ്പെട്ടു, നമ്മളൊരു പോസിറ്റീവ് സൈഡിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും കളിയാക്കി, വിശ്വസിക്കാനാവാത്ത രീതിയിൽ പെരുമാറി. പക്ഷേ അതിനുശേഷമുള്ള ഈ 5-6 മാസം കൊണ്ട് അത് അങ്ങ് പറഞ്ഞത് ശരിയാണ് എന്ന് ജനത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആദ്യം കളിയാക്കിയവരെയൊക്കെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, എന്താണ് ഈ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റം? കാരണം കേന്ദ്ര സർക്കാർ നമ്മളെ ഞെരുക്കുന്നതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ എന്നിട്ടും നമ്മളിത് എങ്ങനെ മറികടക്കുന്നു? കാരണം ഇത് കേരള ഈ മോഡൽ മറ്റ് പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാണ്. എങ്ങനെയാണ് ഈ കേന്ദ്രത്തിൻ്റെ ഞെരുക്കലിനെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ്? നല്ലതുപോലെ നമ്മുടെ ധനകാര്യ വകുപ്പും അതിനകത്തെ ഉദ്യോഗസ്ഥന്മാരും പൊതുവിൽ ഗവൺമെൻറ്റും, അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്താൻ മന്ത്രിസഭയും ഗവൺമെൻറ്റിൻ്റെ വലിയ സഹായം ആണ് ഉണ്ടായിട്ടുള്ളത്, നേതൃത്വം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. വേറെ മാജിക്കൊന്നുമില്ല. വരുമാനവും ചെലവും തമ്മിലാണ് കമ്പാരിസൺ എന്നുള്ളപ്പം ചിലവ് നടത്തിയേ പറ്റൂ. വരുമാനം കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എല്ലാം സ്തംഭിക്കും. അപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമം നടന്നു. പക്ഷേ ആ വരുമാനം തന്നെ നിയന്ത്രണമില്ലാതെ ഒന്നും വർദ്ധിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ വരുമാനത്തിൻ്റെ മഹാഭൂരിപക്ഷം വരുന്നത് GST എന്നാണ്. ആ GST തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർ റേറ്റ് റാഷണലൈസേഷൻ കൊണ്ടുവന്നിട്ട് വലിയ തോതിൽ വെട്ടിക്കുറവ് വന്നു. നമ്മുടെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞ നവംബർ മാസത്തിൽ വെട്ടിക്കുറവ് വന്നു. ആ നവംബർ മാസത്തിൽ വല്ലാത്ത കുറവ് വന്നപ്പോഴും കേരളം അത്രയും കുറഞ്ഞിട്ടില്ല. അത് ഈ വെട്ടിക്കുറവ് വന്നിട്ടും നമ്മൾ നന്നായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്ന് തന്നെയാണ് ഉള്ള ഉറപ്പാണ്. എന്നാലും സാധാരണഗതി 14% വീതം വാർഷിക വളർച്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച നികുതിയിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടുണ്ട്. അവിടെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അതിനകത്ത് കുറച്ച് സ്ട്രീം ലൈനിങ് നടത്തിയിട്ടുണ്ട്, കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ വിവിധ വിഷയങ്ങളെല്ലാം നമ്മൾ ഇത്തരം ഒരു ചെറിയ സമയത്ത് പറയാൻ പറ്റുന്നതല്ല. നല്ലൊരു ടീമായിട്ട് ഈ കാര്യങ്ങൾ 5 വർഷം എത്തിക്കണം, 5 വർഷം കഴിഞ്ഞും കേരളം നന്നായി പോകണം എന്ന പ്ലാനിങ്ങോടുകൂടിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഏറ്റവും കടുത്ത പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ക്ഷേമ പെൻഷൻ 3-4 മാസം കൊടുക്കാൻ പറ്റാതെ വന്നു.
കുറേയേറെ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ വരുമാനം കുറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് കിട്ടുന്ന ബോറോയിങ്ങിൻ്റെ സ്പേസ്, കടമെടുക്കാനുള്ള സ്പേസ് സാധാരണ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അതും നമുക്ക് വെട്ടിക്കുറച്ചു. കഴിഞ്ഞ 30 വർഷക്കാലത്തെ കണക്കെടുത്താൽ ഓരോ 5 വർഷം കഴിയുമ്പോഴും 90%, 100% നമ്മുടെ ആഭ്യന്തര കടം വർദ്ധിക്കും. അങ്ങനെ അനുവദനീയമാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വർഷം കഴിയുമ്പോൾ 6 ലക്ഷം കോടി ബോറോയിങ് എടുക്കാമായിരുന്നു. ആകെ ഞാൻ പറഞ്ഞത് കേരളം ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ടുള്ള ആകെയുള്ള കടമാണ്. ആ 6 ലക്ഷം കോടി എത്തുക എന്നുള്ളത് എത്തില്ല ഇപ്പം. കാരണം വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി 4,70,000 കോടിക്ക് അപ്പുറം എത്തില്ല. 1.25 ലക്ഷം കോടി 5 വർഷം കൊണ്ട് ബോറോയിങ്ങിലും സാധാരണ എലിജിബിൾ ആയതിനേക്കാളും കുറവ് വന്നു. ആ കണക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ പൊതുവിലെല്ലാം നല്ലൊരു ടീമായിട്ട് എല്ലാവരും ചേർന്ന് വർക്ക് ചെയ്യുന്നതാണ്. അതെല്ലാം ഒരു ടീമെന്ന നിലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ ഗവൺമെൻറ് അവസാനത്തേക്ക് എത്തുമ്പോഴും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അടുത്ത ഒരു കാലഘട്ടം മുൻപുള്ളതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിൽ തന്നെ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 6 ലക്ഷം കോടി രൂപയുടെ കണക്ക് പറഞ്ഞു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ച് പറയുന്നതാണ് 6 ലക്ഷം കോടിയുടെ കടമാണ് കേരളത്തിന് എന്ന്. അത് ശരിയാണോ? എന്താണ് അതിനെക്കുറിച്ച്? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ ഡേറ്റ നോക്കിയിട്ടല്ലേ പറയണ്ടേ. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എനിക്ക് അടുത്ത് പരിചയമുള്ള ആളാണ്. ഞങ്ങൾ MP മാരായിട്ട് രാജ്യസഭയിലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം BJP ആയിരുന്നില്ല, സ്വതന്ത്രനായ ഒരു MP ആയിട്ട് കർണാടകത്തിൽ നിന്ന് വന്ന ആളായിരുന്നു, രാജ്യസഭ MP. അദ്ദേഹം വലിയ ബിസിനസ്സുകാരനുമാണ്. അദ്ദേഹത്തിന് വലിയ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാവുന്ന, ബിസിനസ്സും സാമ്പത്തിക കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഒന്നിൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടോ മനഃപൂർവ്വം നുണപ്രചരണം പോലെ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതായിരിക്കും കാരണം. ഇത് AG തന്ന കണക്കനുസരിച്ച് കേരളത്തിലെ ബോറോയിങ് ആകെ നമ്മുടെ കടത്തിൻ്റെ ഒരു അവസ്ഥ തന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 38% കേരളത്തിൻ്റെ ആകെ GSDPയുടെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 38% വരെയായിരുന്നു നമ്മുടെ കടം ഈ കോവിഡ് സമയത്ത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയമാണല്ലോ കോവിഡ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പലതും അങ്ങനെ വർദ്ധിച്ചു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 59%. ഇപ്പോൾ അത് നമ്മുടെ കേരളത്തിൻ്റെ 34%-ലേക്ക് കുറഞ്ഞു. കാരണം പല കാര്യത്തിലും കടം നമ്മളെ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് പിടിച്ച് ഞെരുക്കിയിട്ടാണ് കടം കുറഞ്ഞു. പക്ഷേ 34% കുറഞ്ഞു എന്നുള്ളത് അത്രയും കുറവ് വന്ന മറ്റ് സംസ്ഥാനങ്ങൾ കുറവാണ്. എന്ന് പറഞ്ഞാൽ 4% കുറയുമെന്ന് പറയുമ്പോൾ വലിയൊരു തുകയാണ് കുറഞ്ഞത്. അതിൻ്റെ വെച്ചിട്ടുള്ള കണക്കുകൾ AGയുടെ ഏറ്റവും ലേറ്റസ്റ്റായി വന്ന കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ എക്സ്പെക്റ്റേഷനാണ് ഞാൻ പറയുന്നത്. ഈ വർഷം അവസാനമാകുമ്പം 4,70,000 കോടിക്കടുത്തേ നമ്മുടെ കടബാധ്യത വരൂ, ഈ ആകെ ഉള്ള പൊതുക്കടമെല്ലാം കൂടി. അത് ഞാൻ പറയുന്നത് കണക്ക് വെച്ചിട്ടാണ്. അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ 6 ലക്ഷം കോടി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിഞ്ഞൂടാ. അവർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. നേരത്തെ ഉള്ള കണക്കുകളെടുത്താൽ VS ഗവൺമെൻറ്റിൽ നിന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്തേക്ക്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിന്ന് പിന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തേക്ക് എത്തുമ്പോൾ ഉള്ള വർധന അനുസരിച്ചായിരുന്നു പോകുന്നതെങ്കിൽ ഒരു 30 വർഷത്തെ കണക്കെടുത്താൽ നമുക്ക് 6 ലക്ഷം കോടിയിലേക്ക് എത്തിയേനെ. അവരതാ കണക്ക് കൂട്ടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ബഡ്ജറ്റ് രേഖകളിലും AGയുടെ കണക്കിനകത്തും എല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഈ കടം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ കേരളത്തിന് മുമ്പ് പറയണം 6 ലക്ഷം കോടി ആവേണ്ടതായിരുന്നു, ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കേരളത്തിൽ വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന് ആകെ കടം 4,70,000 കോടി നിർത്താൻ കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി ഈ കടം മാനേജ് ചെയ്യാൻ പറ്റിയത് കേരളത്തിനാണ് എന്ന് എങ്കിലും പറയേണ്ടതാണ്, മര്യാദയുണ്ടെങ്കിൽ. പക്ഷേ പൊളിറ്റിക്കൽ അജണ്ട എന്ന രൂപത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണമുണ്ട്. ഇപ്പം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു, അതൊക്കെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ഈ രാഷ്ട്രീയ അജണ്ട അത് ഇലക്ഷന് മുമ്പായി പ്രഖ്യാപിക്കുന്നു. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഇലക്ഷന് മുമ്പെന്ന് പറഞ്ഞാൽ സാധാരണഗതി ബഡ്ജറ്റ് അവതരിപ്പിക്കും, പ്രഖ്യാപിച്ചിട്ട് April 1 മുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. April 1 കഴിഞ്ഞ പ്രാവശ്യം April 6 ഇലക്ഷൻ. അപ്പോൾ രണ്ടാം പിണറായി സർക്കാർ നമ്മൾ തുടർന്നില്ലായിരുന്നെങ്കിൽ, ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും രണ്ടാം വരുന്ന UDF ആണെങ്കിൽ അവർ കൊടുക്കില്ല. നമ്മളത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അന്നുള്ള വലിയ ഒരു സാമ്പത്തിക ബാധ്യത വരുന്ന ശമ്പള പരിഷ്കരണവും മറ്റ് ഈ ക്ഷേമ പെൻഷൻ പരിഷ്കാരങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഏറ്റെടുത്ത് ചെയ്തതാണല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യവും ചെയ്യാൻ പറ്റുന്നതാണ്. അത് 100% ആത്മവിശ്വാസമുണ്ട് എനിക്ക്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അസാമാന്യമായ ബാധ്യതയൊന്നും കേരളത്തിൻ്റെ മുകളിലില്ല. ഈ കടത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ധനകാര്യ കമ്മീഷൻ്റെ പിന്നെ കഴിഞ്ഞ അവാർഡ് വന്നപ്പോൾ തന്നെ നമുക്ക് നേരത്തെ ഒരു 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് കിട്ടിയതിൻ്റെ നേരെ പകുതിയായിട്ട് നമ്മുടെ ഡിവിസി പൂളിൽ നിന്നുള്ള നമ്മുടെ ടാക്സ് വിഹിതം കുറഞ്ഞു. ശരിക്കും അങ്ങനെ കുറയാൻ പാടില്ല. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ സമയത്തേക്കാൾ ഒരു 10,000 കോടി രൂപയാണ് ഒരു വർഷം കുറഞ്ഞേക്കുന്നത്. തൊട്ട് മുമ്പത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഫിനാൻസ് കമ്മീഷൻ്റെ ഭാഗമായി കിട്ടിയിരുന്ന പണത്തേക്കാളും 10,000 കോടി രൂപ ഒരു വർഷം കുറഞ്ഞു. അതെല്ലാം നമുക്ക് തിരിച്ച് വീണ്ടും കിട്ടേണ്ടതാണ്. ഞങ്ങളതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കണക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭാവി നന്നായിട്ട് മുന്നോട്ട് പോകും. നേരത്തെ പറഞ്ഞല്ലോ, ഈ ബഡ്ജറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പറഞ്ഞു, കേരളത്തിൻ്റെ ബഡ്ജറ്റ് സൈസ് 2 ട്രില്യൺ ആവും ഇപ്രാവശ്യം.
അപ്പോൾ അവർ പറഞ്ഞു 2 ട്രില്യൺ എന്നൊക്കെ നിങ്ങൾ ചുമ്മാ പറയണം, അതൊക്കെ ഇങ്ങനെ ട്രില്യൺ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു കണക്ക് കള്ളം പറയത്തില്ലല്ലോ, ഞാൻ പറയുന്ന പ്രസംഗമല്ലല്ലോ കണക്ക്, ബഡ്ജറ്റ് ഡോക്യുമെൻ്റാണ്. കഴിഞ്ഞ വർഷം 1,75,000 കോടി ആകുമെന്നാണ് ഞാൻ പറഞ്ഞത്. 1,75,000 കോടി എൻ്റെ ഫൈനൽ അക്കൗണ്ട് വരുമ്പോഴാണ് 1,74,000 കോടിയിലധികം പ്രിലിമിനറി അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഈ വർഷം സാധാരണഗതിയിൽ വലിയ കട്ടിങ് വന്നില്ലെങ്കിൽ 2 ലക്ഷം കോടിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞത് ആ ഗ്രോത്തിൻ്റെ പ്രതീക്ഷ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു വീണ്ടും നമ്മൾ ഒരു ഉയർത്ത് മുന്നോട്ട് വരുന്നുണ്ട്. ടേക്ക് ഓഫിൻ്റെ ടൈമായി കേരള എക്കണോമിക്ക് ടേക്ക് ഓഫ് ഉണ്ട്. ആ ടേക്ക് ഓഫിലേക്ക് വീണ്ടും പോകും. വലിയ തോതിൽ ആ കുതിച്ചാട്ടം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ GSDP തന്നെ വലിയ തോതിൽ അടുത്ത വർഷവും ഇൻക്രീസ് ചെയ്യുമെന്നാണ് കാണുന്നത്. അപ്പോൾ അതൊരു പൊതു ഗ്രോത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങ് ഭാവിയെക്കുറിച്ച് പറഞ്ഞു. ഈ ഇപ്പം മറുനാടുകളിൽ നിന്നുള്ളവർ അവിടെ എങ്ങും ജീവിക്കാൻ, ഇപ്പോൾ അമേരിക്കയിലായിരുന്നാലും എല്ലാവരും പുറന്തള്ളുന്നു, മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിൽ റേസിസം വളരെ ശക്തമായി വരുന്നു, തദ്ദേശീയവാദം വരുന്നു. അപ്പം ഇവിടെ നിന്നൊക്കെ ഇവിടെയൊക്കെ മലയാളികൾക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വരുന്ന കേരളമാണ് ഭേദം എന്നുള്ളൊരു തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും കേരളത്തിന് ഈ ഒരു ഭാവി എങ്ങനെയായിരിക്കും? ഇതിന് ഈ ഒരു തിരിച്ചു വരവ് ഉണ്ടാവണം, അതിനൊരു ഇൻഫ്ലക്സ് ഇത് കഴിയുമോ? നമുക്ക് ഇതിനെ മറികടക്കുന്ന രീതിയിൽ നമുക്ക് വളർച്ചയുണ്ടാവും. എന്താണ് അങ്ങ് ഭാവിയെക്കുറിച്ച് അങ്ങ് വളരെ കൃത്യമായി ഭാവിയെക്കുറിച്ച് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു അറിവുള്ളതുകൊണ്ടാണ്. ഇതെന്താണ് കേരളത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഒരു ജനസംഖ്യാ പ്രശ്നങ്ങൾ നോക്കിയാൽ നമ്മുടെ കുറയുന്ന ജനസംഖ്യയാണ്, കുട്ടികളുടെ എണ്ണം. ഞാൻ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിലും പറഞ്ഞിട്ടുണ്ട്, പ്രസംഗത്തിൽ പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ പറയുന്നതാണ്. ഞങ്ങളെപ്പോലുള്ളവർ അല്ലെങ്കിൽ നിങ്ങളിൽ പലരും SLC എഴുതുമ്പോൾ 5 മുതൽ 5.5 ലക്ഷം പേര് വരെ എഴുതിയിരുന്നു. 6 ലക്ഷം പേര് 1ാം ക്ലാസ്സിൽ ചേർന്നിരുന്നു. ഈ സാമ്പത്തിക വർഷം, ഈ അക്കാഡമിക് വർഷം ആദ്യം ചേർന്നത് 2,85,000-നകത്തേ ഉള്ളൂ, അൺഎയ്ഡഡ് ഉൾപ്പെടെ. നേരെ പകുതിയായി ജനസംഖ്യ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധിയാണ് ഭാവിയിൽ. നമ്മുടെ പ്രായമായവരുടെ എണ്ണോ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള ഈ പ്രായമായൊരു 20% നമ്മുടെ എണ്ണം എത്തുകയാണ്, 25% എത്തും. അപ്പോൾ അതിൻ്റെ ഒരു ഫലം എന്താ? കുട്ടികളും പ്രായമായവരും ഒഴിവാക്കിയാൽ ജോലി എടുക്കുന്ന ആളുകൾ, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ വളരെ കുറയും. ഇത് ഇൻകത്തിൻ്റെയും ജോലിയുടെയും വരുമാനത്തിൻ്റെയാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാവരും വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ പഴയതിൻ്റെ പകുതി ആളേ ഉള്ളൂ. എല്ലാവരും വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പണം കിട്ടുമെന്ന് പറഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ആവും. പ്രായമുള്ളവരെ, വീട്ടുകാരെ, രക്ഷകർത്താക്കളുടെ അടുത്തൊന്നും സംസാരിക്കാൻ പോലും ആളുണ്ടാവണ്ടേ. ഞാൻ പറഞ്ഞൊരു വലിയ ഇഷ്യൂ ആണ് കേരളത്തിലെ ഒരു ജീറിയാട്രിക് ഇഷ്യൂ, വലിയ ഇഷ്യൂ ആണ്. അവിടെ എന്താ മാർഗം? ഒരു കാര്യമുണ്ട്, ലോകത്താകെ ഇവിടെ ശ്യാം ചോദിച്ചതുപോലെ ലോകത്താകെയുള്ള രാജ്യങ്ങളിൽ നമ്മുടെ സാധാരണക്കാർക്ക്, ഇന്ത്യക്കാർക്ക് ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ലോകത്തെ എല്ലാ ജനസംഖ്യയ്ക്കും അരക്ഷിതാവസ്ഥയുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലോകത്ത് എല്ലായിടത്തും നമ്മുടെ അഭ്യസ്തവിദ്യരായ ആളുകൾ എത്രയോ കാലമായി ജോലിക്ക് പോകുന്നു. അവരുടെ ഒരു ആശങ്ക അവിടെ നിൽക്കുന്നതിനെ പറ്റി. പക്ഷേ ഇവിടെ വന്നാൽ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് വരാൻ താല്പര്യമുണ്ട്. ധാരാളം ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. വലിയ പ്ലേസ്ഡ് ആയിട്ടുള്ള ടെക്നോക്രാറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, അവർ തിരിച്ചു വരുന്നുണ്ട്. അതിന് കൂടുതൽ സാധ്യത ഉണ്ടാവുക. അതിന് കൂടുതൽ സാധ്യത ഉണ്ടാകുന്ന തരത്തിലേക്ക് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമി എന്ന് ഞാൻ പറഞ്ഞത്. ഈ കെമിക്കൽ അല്ലെങ്കിൽ നമുക്ക് അതെല്ലാം നോളജ് ബേസ്ഡ് തന്നെ. പക്ഷേ നമുക്ക് വലിയ പൊള്യൂട്ടിങ് ഇൻഡസ്ട്രീസ് പറ്റില്ല. നമുക്ക് സർവീസ് സെക്ടറും മറ്റു കാര്യങ്ങളൊക്കെ ധാരാളം പറ്റും. വിഴിഞ്ഞം കൂടി വന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെ ഒരു വ്യാപ്തി എത്രയാണ് എന്നുള്ളത് കണ്ടറിയണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ലോകത്തെ ഒരു 10-20 നഗരങ്ങൾക്ക് മാത്രം പറ്റുന്ന തരത്തിലുള്ള വലിയ തുറമുഖം, അവിടെ മാത്രം പോകുന്ന തുറമുഖം പോലൊരു സൗകര്യം വന്നെന്ന് പറഞ്ഞാൽ 3 ലക്ഷം ടണ്ണ് കയറുന്നൊരു കപ്പലെന്ന് പറഞ്ഞാൽ 25,000 കണ്ടെയ്നർ സാധനമാണ്. അത്രയും ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് മാത്രമാവരുത്. കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ മറ്റു പല സ്ഥലത്തുമുള്ള ആളുകൾക്ക് അവരുടെ ഉൽപ്പാദനം, ഇപ്പോൾ UP നിന്ന് ഉൽപ്പാദിപ്പിച്ചാൽ, ഡൽഹിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചാൽ, മാരുതി കാർ പിന്നെ ഹരിയാനയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചാൽ ദേ ഹാവ് ടു ട്രാവൽ 1,500 കിലോമീറ്റേഴ്സ് ഫോർ എക്സ്പോർട്ടിങ് ഇറ്റ്, ഫോർ ലോഡിങ് ഇറ്റ്. അപ്പോൾ കണ്ടെയ്നറുമായിട്ട് ഇത്രയും പോകണം. ഇവിടെ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തായ പോലും ഓൺലി 500-600 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നമ്മളിപ്പം പ്രഖ്യാപിച്ചിരിക്കുന്ന വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസനം, തിരുവോണം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് കണ്ടെയ്നർ എയർപോർട്ടിൽ ചെല്ലും. 50-70 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ പോർട്ടിലേക്ക് ഈ കണ്ടെയ്നർ ചെല്ലും. അത് വലിയൊരു സാധ്യതയാണ്. അപ്പോൾ ഇവിടെ തന്നെ പുതിയ അസംബ്ലിംഗ് യൂണിറ്റുകളാവാം. പുറത്തുനിന്ന് സാധനം തുറമുഖത്തിറക്കി ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് തിരിച്ചയക്കുന്ന വലിയ ബിസിനസ്സുണ്ട്. ഉദാഹരണം ഫുഡിൻ്റെ ഇറച്ചി വലുതായിട്ട് വരുന്നു, മാറിനേറ്റ് ചെയ്യണം. ഫിഷ് വലുതായിട്ട് വരുന്നു, അതിനെ ടേസ്റ്റ് മേക്കർ ചേർത്ത് മാറിനേറ്റ് ചെയ്യണം, ഫ്രൈ ചെയ്യണം. ഇതിനെ ഇവിടുന്ന് തന്നെ കയറ്റി അയക്കുന്ന തരത്തിലേക്കുള്ള ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പോൾ തന്നെ കൊച്ചിൻ എക്സ്പോർട്ട് പ്രൊമോഷൻ സോണിലുണ്ട് അങ്ങനെ ചില പിന്നെ ഫിഷറീസുമായി ബന്ധപ്പെട്ട്. ഓട്ടോമൊബൈൽ ഇവിടെ തന്നെ ഒരു അസംബ്ലിംഗ് ഹബ്ബാവാം. IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇലക്ട്രോണിക്സ്, ഇത്തരം സാധനങ്ങൾ വലിയ സാധ്യതയുണ്ട്. ഈ സാധ്യതയും അതിനൊപ്പം തന്നെ വലിയ തോതിൽ R&D നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ വൻകിട കമ്പനികൾ പലതും വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, വലിയ കമ്പനികൾ. ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ മണ്ഡലം കൊട്ടാരക്കരയാണ്.
കൊട്ടാരക്കര മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കര ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സിറ്റിയാണ്, വലിയൊരു സിറ്റിയല്ല, ക്യാപിറ്റൽ ജില്ലാ തലസ്ഥാനത്തിൻ്റെ അത്ര വലുതല്ല. അവിടെ സോഹോ കോർപ്പറേഷൻ ഒരു വലിയൊരു കമ്പനിയാണ്, അവരവരുടെ യൂണിറ്റ് അവിടെ ആരംഭിച്ചു, ഒരു പാർക്ക് ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളത്, ഞാൻ അതിലേക്ക് പിന്നെ വരാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ ഇവിടെ വന്ന് വർക്ക് ചെയ്യാവുന്ന ആളുകൾ വരുന്നു. ഇതുപോലുള്ള സമ്മതം ധാരാളം വരുന്നു. അതിനുകൂടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ വളരെ ആദ്യമായിട്ട് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുണ്ട്, ന്യൂ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് 55, 58, 60 രൂപ. നമ്മുടെ ലോഞ്ചിവിറ്റി ഓഫ് ലൈഫ് 90 ഒക്കെയാണ്. ആരോഗ്യത്തോടു കൂടി 10, 80 വയസ്സിൽ തന്നെ ആളുകൾ വണ്ടി ഓടിച്ചു പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഇവർക്കൊക്കെ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയോ സ്റ്റാർട്ടപ്പ് പോലെയുള്ളതിനൊരു പ്രത്യേക ഫണ്ടിങ് നമ്മൾ വെച്ചിട്ടുണ്ട്, അതിനൊരു കാര്യം നീക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രശ്നം, നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന ആൾക്ക് ഇവിടെ എൻഗേജ്ഡ് ആയിരിക്കുമോ? എല്ലാവർക്കും വരുമാനം മാത്രമല്ല, സി ഹൗ യു ആർ എൻഗേജ്ഡ്. നിങ്ങൾ ഐഡിയലായിട്ട് വീട്ടിൽ പോയിട്ടിരിക്കാൻ പറ്റത്തില്ല. എൻഗേജ്ഡ് ആവുന്ന സൗകര്യം, പൊതുവിലുള്ള ഈ അടിസ്ഥാന സൗകര്യം, ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ പദ്ധതിയാണ് ഭാവിയിൽ വേണ്ടത്. അതിനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തുടക്കമിട്ടിട്ടുണ്ട്. അതിനുള്ള വലിയ തോതിലുള്ള പലതരത്തിലുള്ള ഇൻഡസ്ട്രി സ്പേസ്, ഇപ്പോൾ സയൻസ് പാർക്കുകൾ ഒരു കൺസെപ്റ്റ് നമ്മുടെ ആദ്യത്തെ ബഡ്ജറ്റിൽ പറഞ്ഞതാണ്. ഡിജിറ്റൽ സയൻസ് പാർക്കായി മറ്റു ചില സ്ഥലത്ത് നിർമ്മാണം നടക്കുന്നു. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം, റിസർച്ച് ചെയ്യുന്നൊരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാം, അതിൽ നിന്ന് പ്രൊഡക്റ്റ് ആക്കിയിട്ട് കൊമേഴ്സ്യലി ചെയ്യാം. ഇത് മൂന്നും കണക്റ്റഡ് ആവണം. അവർക്ക് താമസിക്കാൻ തന്നെ സൗകര്യം അവിടെ വേണം. ഇതാണ് സയൻസ് പാർക്കിൻ്റെ കൺസെപ്റ്റ്. ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് കേരളം ഒരു വലിയ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ R&D സെൻറ്റർ, അതിൻ്റെ ബേസിലുള്ള പ്രൊഡക്ഷൻ, ഇതെല്ലാം കൂടെ വരുന്നൊരു സൗകര്യമുള്ള സ്ഥലമായി മാറും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ലോകത്തുണ്ടാവുന്ന വെല്ലുവിളികൾ, ഇപ്പോഴത്തെ ക്രൈസിസ്, ലോക ക്രൈസിസ് കുറച്ചുകൂടി പോകുന്നതാണ് ഞാനൊരു ശാസ്ത്രീയമായിട്ടല്ല പറയുന്നത്, എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിനും ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ശേഷം ഏറ്റവും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയും സിസ്റ്റം ഫെയിലിയറും ലോകത്ത് നടക്കുകയാണ്. സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഡെമോക്രസി ആസ് ഇറ്റ് ഈസ് പല രാജ്യങ്ങളിലും ഫെയിൽ ചെയ്തു. ഇപ്പോൾ അമേരിക്കയിലെ അറിയാം, മറ്റു രാജ്യങ്ങളൊക്കെ ഡെമോക്രസിക്കൊരു തെരഞ്ഞെടുപ്പ് നടന്ന ഒരാളെ തെരഞ്ഞെടുത്താൽ പോലും അയാളെ അടിച്ചു മാറ്റിയിട്ട് ആവാൻ നോക്കുന്നു. ഈ ട്രംപ് തന്നെ ക്യാപിറ്റോൾ ഹില്ലിൽ കടന്നു കയറാൻ ശ്രമിച്ച ആളാണ്. ഇപ്പോൾ അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളും പറയും, നിങ്ങൾ എനിക്കിഷ്ടമല്ലാത്തവനെ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഒറ്റ പണം തരത്തില്ല കേട്ടോ എന്ന് പറയുന്നു. ഇന്ത്യയിലും ഏറിയും കുറഞ്ഞും നിങ്ങൾക്ക് നോക്കാം, ഈ സ്റ്റേറ്റുകളുടെ റൈറ്റുകളെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ കാണാം. ലാറ്റിൻ അമേരിക്കയിലെ ധാരാളം ചില രാജ്യങ്ങളുണ്ട്, യൂറോപ്പിലെ രാജ്യങ്ങളുണ്ട്. അവിടെ തന്നെ പറയുന്നു, വംശീയത പഴയ പോലെ വർഗീയത അല്ല പറയുന്നെങ്കിൽ വംശീയത പറയുന്നു. ഇന്ത്യക്കാർ വന്നിട്ട് നല്ല IT എക്സ്പെർട്സ് ആവുന്നു, മറ്റു മേഖലയിൽ ഇവന്മാർ പൈസ ഉണ്ടാക്കുന്നു, ഇവന്മാരിവിടെ വേണ്ട. ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടെന്നുള്ള സത്യമാണ്. അല്ലെങ്കിൽ ന്യൂയോർക്കിൽ ഇങ്ങനൊരു പുതിയ മേയർ വരില്ല, അത് ഒരു വശത്തുകൂടി വരും. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആ പീരീഡിൽ നല്ല ഒരു പ്രതിസന്ധി ലോക രാഷ്ട്രീയത്തിലുണ്ടാവും, സാമ്പത്തിക രംഗത്തുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ നാട് എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട, എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന, സമാധാനവും സന്തോഷമുള്ള, നല്ല പ്രകൃതിയുള്ള, ശുദ്ധവായു കിട്ടുന്ന, ശുദ്ധമായ ഒരു സമൂഹം നമുക്ക്, ഞാൻ കമ്പാരിറ്റീവ്ലി പറയുന്നതല്ല, 100% നമുക്ക് മാർക്ക് ഇടുകയെന്നൊന്നുമല്ല ഞാനീ പറയുന്നത്, കമ്പാരിറ്റീവ്ലി വളരെ ബെറ്റർ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ പണ്ടത്തെ പോലെ അപ്രിഹെൻഷൻസ് ഉണ്ട്, ഇവിടെ വലിയ പ്രശ്നമാണ്, സമരമാണ്, തർക്കമാണ്, അതൊന്നും ഇപ്പോൾ ഇല്ല. അങ്ങനൊരു സ്ഥലത്തേക്ക് ഈ പശ്ചാത്തലം ഒരുക്കാൻ പറ്റണം. അത് കേരളത്തിലെ LDF ഗവൺമെൻറ് അതിന് നല്ല ശ്രമം നടത്തുന്നുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ വളരെ പ്രശസ്തനായ ബിസിനസ്സുകാരൻ ശ്രീ ആനന്ദ് മഹീന്ദ്രയായിട്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. ഞാൻ സംസാരിച്ചിരുന്നു, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് കേരളത്തിലെ ഈ സാധ്യതകളെപ്പറ്റി ഒന്ന് ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു. കാരണം പരിസ്ഥിതിയോട് താല്പര്യമുള്ള ഇത്തരം ഡെവലപ്മെൻറ്റ്, പിന്നെ അവർ ഏറ്റവും വലിയ ഇന്ത്യയിലെ വലിയ ഓട്ടോമൊബൈൽ മറ്റു മേഖലയിലൊക്കെ മാനുഫാക്ചറേഴ്സാണ്. കേരളത്തിൻ്റെ ഒരു സാധ്യത ഞാൻ ആ വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് അവർക്കും ടൂറിസത്തിൻ്റെ ഇതിലുണ്ട്, പിന്നെ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കെല്ലാം കേരളത്തെ താല്പര്യം, അദ്ദേഹം കേരളത്തിൻ്റെ ഒരു കാര്യത്തിന് വന്നപ്പോഴാണ് കേരളത്തിലെ താല്പര്യമുണ്ട് ഇവർക്കൊക്കെ. അത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുമൊക്കെ കേരളത്തെ താല്പര്യപൂർവ്വം കാണുക. ലോകത്ത് എല്ലായിടത്തു നിന്നുള്ള ആൾക്ക് കേരളത്തിൽ തിരിച്ചു വരിക മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കേരളീയർ തിരിച്ചു വരിക മാത്രമല്ല, ഇപ്പോൾ 10, 25, 30 ലക്ഷം പേര് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. തൊഴിലാളികൾ തീർച്ചയായിട്ടും വരും, കാരണം നമുക്ക് അത്തരം ജോലി ചെയ്യാനുള്ള ആൾ പറയുമ്പോൾ ആ പ്രശ്നം വരും. പക്ഷേ അല്ലാതുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ നമുക്ക് ശ്രീചിത്ര ധാരാളം പേര് ഇന്ത്യയിലെ എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്, നമ്മുടെ ഈ VSSCയിൽ വരുന്നുണ്ട്, നമ്മുടെ അതേപോലെ ഹൈ എൻഡ് സ്ഥാപനങ്ങളിൽ പലരും വരുന്നുണ്ട്. അതുപോലെ ധാരാളം ആളുകൾ വന്ന് ജോലി ചെയ്യാൻ കൂടി പറ്റുന്നൊരു സ്ഥലമായിട്ട് കേരളം മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് ഒരു സ്വപ്നമല്ല, നടക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ ഫ്യൂച്ചറിനെ ഞാൻ കാണുന്നത്. അപ്പോൾ പുതിയ കുട്ടികളുടെ ജനനം കുറവും പ്രായമുള്ളവരുടെ നമ്പർ കൂടുകയും ഒക്കെ ചെയ്യുന്ന സവിശേഷമായ പ്രശ്നമുണ്ട്.
ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് വരുന്നത്. അപ്പം അങ്ങ് ഈ സോഹയെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത സമീപകാലത്ത് ഒരുപാട് വാർത്തകൾ വരുന്നു. ഇതെല്ലാം വരുന്നത് ഈ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എന്ന IT പാർക്കുകളും അവിടുത്തെ വൻകിട നഗരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ സോഹോ കൊട്ടാരക്കലിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പലർക്കും അത് അത്ഭുതമായിരുന്നു. അത് എന്തുകൊണ്ടാണ്? ധനകാര്യമന്ത്രിയുടെ മണ്ഡലമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായത്? കൊട്ടാരക്കരയിലേക്ക് സോഹോ എങ്ങനെയാണോ? അതിൻ്റെ പിന്നിലുള്ള കഥ എന്താണ്? ഈ കൊട്ടാരക്കര പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇത്തരം സ്ഥാപനങ്ങൾ വരാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്ക് എല്ലാ നഗരങ്ങളിലും ഇപ്പം സാധാരണഗതിയിൽ പണ്ട് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഉണ്ടായിരുന്നത് ഇപ്പോൾ നേരത്തെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് വന്നു, കോഴിക്കോട് ടെക്നോ പാർക്ക് വന്നു, കൊച്ചിയിലുണ്ട്. അത്തരം നഗരങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ചെറുനഗരങ്ങളും ഗ്രാമങ്ങളും പോലും വാസ്തവത്തിൽ തിരുവനന്തപുരം സിറ്റിയിൽ കിട്ടുന്ന, ഡൽഹിക്ക് കിട്ടുന്ന ഫെസിലിറ്റി ഉള്ളവരാണ്. അവിടെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഈ ഡിജിറ്റലായിട്ടുള്ള ഫെസിലിറ്റി, അതായത് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. പിന്നെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും നല്ല അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ജോലിയെടുക്കാനുണ്ട്. ഒരു നഗരത്തിൻ്റെ ചുറ്റുപാട് നിന്ന് 10,000, 1000, 2000 പേര് ഈ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ എക്സ്പീരിയൻസ് ഉള്ളവരെ കിട്ടും. ഇത് ഞാൻ സോഹോയുടെ കാര്യത്തിൽ സോഹോയ്ക്കൊരു മോഡലുണ്ട്. അവർക്ക് അവരുടെ ഈ തെങ്കാശി ക്യാമ്പസ് വില്ലേജ്, ശ്രീധർ വെമ്പുവും ടോണി തോമസ് അവരെല്ലാം കൂടെ ചേർന്നൊരു ടീമാണ്. ശ്രീധർ വെമ്പുവിൻ്റെ സ്ഥലം, അദ്ദേഹം ഈ തെങ്കാശിക്ക് അടുത്തൊരു സ്ഥലത്ത് അദ്ദേഹം തന്നെ ഒരു വില്ലേജിൽ വന്ന് താമസിക്കുന്നുണ്ട്. അവിടുത്തെ തെങ്കാശിയിൽ അവരൊരു ക്യാമ്പസ് ഉണ്ട്. അവിടുത്തെ ലോക്കൽ സ്കൂൾ കോളേജുകളിൽ പഠിക്കുന്ന പിള്ളേരെ തന്നെ, കുട്ടികളെ തന്നെ പരിശീലിപ്പിച്ച് IT-യിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ കാണാൻ പോയിരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തുനിന്ന് പോകുമ്പോൾ അടുത്തുമാണ് ഈ തെങ്കാശി. ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് സംസാരിച്ച് ഈ കാര്യം മനസ്സിലാക്കാനാണ് പോയത്. നമുക്ക് നമ്മുടെ വില്ലേജുകൾ സ്ട്രെങ്തൻ ചെയ്താലേ പറ്റുള്ളൂ. വില്ലേജ് എന്ന് പറഞ്ഞാൽ സ്മോൾ സിറ്റീസ്, അല്ലാതെ വെറും. അപ്പോൾ അങ്ങനെ സ്ട്രെങ്തൻ ചെയ്താലേ പറ്റൂ എന്നുള്ളൊരു മോഡൽ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ പോയി സംസാരിച്ചു, ഇതെല്ലാം കണ്ടു. അവരുടെ മോഡൽ വളരെ നന്നായി തോന്നി. കുട്ടികളെല്ലാം കുറച്ച് ഫ്രീ ഹാൻഡ് കൊടുത്ത് അവർ തന്നെ. അട്രീഷൻ റേറ്റ് വളരെ കുറവാണ് അവിടെ. ആളുകൾ പിരിഞ്ഞൊന്നും പോകുന്നില്ല, അവർ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ കമ്പനികളിൽ. പ്രത്യേകിച്ച് അവരുടെ വില്ലേജിലും ചെന്നൈയിലും കിട്ടുന്ന ഒരു ശമ്പളമാണ്. സോ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അവരോട് നമ്മൾ കൊട്ടാരക്കരയുടെ ഈ ഗുണമൊക്കെ പറഞ്ഞിട്ട് കൊട്ടാരക്കര ഒന്ന് കാണാൻ ശ്രമിച്ചു. കൊട്ടാരക്കര മാത്രമല്ല ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഏതെങ്കിലും വരണം, സ്വാഭാവികമായിട്ടും കൊട്ടാരക്കരയുടെ കാര്യം പറയുമല്ലോ. കേരളത്തിലെ അവർക്ക് അവിടെ നിന്നുള്ളൊരു പ്രത്യേകത, അവർ തിരുവനന്തപുരത്തു നിന്നാണ് സാധാരണ എയർപോർട്ട് ഉപയോഗിക്കുന്നത്. സോ അവിടുന്ന് തിരുവനന്തപുരത്ത് വരാൻ 1.5 മണിക്കൂർ, 2 മണിക്കൂർ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിനിയും നെക്സ്റ്റ് ടൈം തിരുവനന്തപുരത്ത് പോകുമ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. കൊട്ടാരക്കര ഓൺ ദ വേ ആണ്. അവിടെ ഈ പറഞ്ഞ റെയിൽവേ ഉണ്ട് കൊട്ടാരക്കരയ്ക്ക്. പിന്നെ നല്ല NH കടന്നു പോകുന്നുണ്ട്, MC റോഡ് കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ട്. ധാരാളം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ധാരാളം പരിചയസമ്പന്നുണ്ട്. വന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് അവർ 2-3 പ്രാവശ്യം വന്നു. ആദ്യമേ ഇതിനെപ്പറ്റി ഒരു R&D സെൻറ്റർ തുടങ്ങാനാണ് തീരുമാനിച്ചത്. R&D സെൻറ്റർ 50 പേര് മാത്രം വർക്ക് ചെയ്യുന്നൊരു R&D സെൻറ്റർ നമ്മുടെ IHRD ക്യാമ്പസിൽ കൊട്ടാരക്കരയിൽ തുടങ്ങാൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ 50 പേരുള്ള R&D സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വാർഷികമായ വലിയ പദ്ധതിയുണ്ട്. അവരുടെ വാർഷിക തദ്ദേശ ദിനത്തിൻ്റെ പരിപാടിക്ക് കൊട്ടാരക്കര വന്നതിൻ്റെ അന്ന് തന്നെ ഈ സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്തു. അവരെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങനൊരു സ്ഥാപനത്തിന് ഒരു കെയർ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ് IT. അത് വലിയ കാര്യമാണ്, വലിയ പിന്തുണയാണ്. മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് നിങ്ങൾ വന്ന് ചെയ്യാൻ പറയുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഒരു ക്യാമ്പസിൻ്റെ കാര്യം. അപ്പോൾ ഒരു ക്യാമ്പസ് അവർക്ക് വളരെ സാധാരണഗതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ന്യായമായ വിലയ്ക്ക് ബിൽറ്റപ്പായിട്ടുള്ള ഒരു സ്ഥലം കിട്ടി. അത് നമ്മുടെ ഇങ്ങനെ ബിൽറ്റപ്പായിട്ട് സ്ഥലം ഉണ്ടെന്ന് അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. ഒരു 10-30,000 സ്ക്വയർ ഫീറ്റ് പുതിയതായി കോവിഡ് സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് കാരണം അവിടെ ഒരു കോളേജ് നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ചില സുഹൃത്തുക്കൾ തന്നെയാണ്. അവർ ആ സ്ഥലം കൊടുക്കാൻ പോകുമായിരുന്നു. അവർക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ ന്യായമായ വിലയ്ക്ക് അത് കിട്ടിയെന്നാണ് അവരുടെ ഫീലിംഗ്. അവരുടെ ലീഗൽ ടീമും എല്ലാം വന്ന് നോക്കിയിട്ടാണ്, അവരുടെ ബിസിനസ് ടീമെല്ലാം നോക്കിയിട്ടാണ്. എന്തായാലും അത് വന്നുകൊണ്ട് സ്വന്തമായിട്ട് അവർ ഒരു 3.5-4 ഏക്കർ സ്ഥലം മേടിച്ചു. അവിടെ 250 പേർക്ക് ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതും അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവർക്ക് കേരളത്തിനോടുള്ളൊരു കോൺഫിഡൻസ് കൂടി. ഈ കമ്പനിയിൽ അവർ കുറച്ചാളുകൾക്ക് ഇങ്ങനെ, ഇവരൊരു വെറും സർവീസ് ഇൻഡസ്ട്രി മാത്രമല്ല, പ്രൊഡക്റ്റ് ബേസ്ഡാണ്. അപ്പോൾ അവരുടെയാണ് ഇപ്പോൾ അരട്ടയാണ് ലേറ്റസ്റ്റ് ഈ സോഷ്യൽ മീഡിയ നമ്മുടെ പിന്നെ വളരെ പ്രശസ്തമായിട്ട് ഇപ്പം വന്നിട്ടുള്ളത്. വാട്സാപ്പ് പോലുള്ള അരട്ട വന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ അവരുടെ അക്കൗണ്ടിങ് നോക്കുന്നതിന്, ടോട്ടൽ ഓഫീസ് മാനേജ്മെൻറ്റ് നോക്കുന്നതിന് ഗൂഗിൾ മെയിൽ പോലെ സോഹോ മെയിൽ, സോഹോ അക്കൗണ്ടിങ്, സോഹോ പേജ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർ പലരും ഉപയോഗിക്കുന്നത്. അത് കുറച്ച് കോൺഫിഡൻഷ്യലാണ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് അത്തരം സ്ഥാപനങ്ങൾ, അത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം അവർ 3-4 കമ്പനികളെ അക്വയർ ചെയ്തു. അക്വയർ മീൻസ് അവർ കൊളാബറേഷൻ ആയി. ഒന്നിപ്പം ജെൻ റോബോട്ടിക്സ്,
നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാർ തുടങ്ങിയതാണ് റോബോട്ടിക്സിൻ്റെ. അവർ ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. പിന്നെ അസിമോവ് പിന്നെ റോബോട്ടിക്സ്. അവരാണെങ്കിൽ ലേറ്റസ്റ്റായിട്ട് അവർ എടുത്തത് നമ്മുടെ ഈ ഒരു പിന്നെ സെമി കണ്ടക്ടർ കമ്പനി ജ്യോതിസ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം കൊട്ടാരക്കരക്കാരനാണ്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച അദ്ദേഹവും വൈഫും അത്ര സുഹൃത്തും ചേർന്നുള്ള കമ്പനിയാണ്. അപ്പോൾ നേത്ര സെമി എന്നാണ് അതിൻ്റെ പേര്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ IT മിനിസ്റ്റർ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പം ഇവരെ പോലുള്ളവരൊക്കെ സഹകരിച്ച് അവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നു. അങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം ഇനിയും കൂടുതൽ വ്യാപനം വരുമെന്നാണ്. അപ്പോൾ അവർക്കത് സക്സസ്ഫുള്ളായിട്ടാണ് പോകുന്നത്. ഞാനീ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ ജോലിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ടൈംസ് നൗവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഈ അരട്ടെ വന്ന സമയത്ത്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഈസ്റ്റേൺ UP-യിലേക്കും കൊട്ടക്കരനെ അവിടെ അവതാരയ്ക്ക് അറിയത്തുള്ളായിരുന്നു. കൊട്ടക്കരയിൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല കൊട്ടാരക്കരയാണ്, അവിടെയുണ്ട്. അപ്പോൾ ശ്രീധർ വെമ്പു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ നല്ല ഒരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ജോലിക്ക് കിട്ടും. ഫിനാൻസ് മിനിസ്റ്റർ വന്ന് സംസാരിച്ചു, ഞങ്ങൾ തമ്മിലുള്ളൊരു അടുപ്പം അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലെവലിൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് പിന്തുണ വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനൊപ്പം വിഴിഞ്ഞം തുറമുഖം വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ അദ്ദേഹം പറഞ്ഞു. അന്ന് ഞാൻ കണ്ടപ്പോഴും പറഞ്ഞു വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം വരുന്നതുകൊണ്ട് ഞാൻ അവരുടെ കമ്പനി കുറച്ചുകൂടി ഹെവിലി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും പറ്റും. കഴിഞ്ഞ ബഡ്ജറ്റ് സ്പീച്ചിലും അതിനുമ്പത്തെ ബഡ്ജറ്റ് സ്പീച്ചിലും ഞാൻ പറഞ്ഞ കുറേ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്പോൾ സുൽത്താൻ ബത്തേരി വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയല്ല. അവിടെ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് അവിടെ ഒരു IT പാർക്ക് കിടക്കുന്ന 10 ജില്ലാന് പേര് വർക്ക് ചെയ്യുന്ന 2 ചെറുപ്പക്കാരുണ്ട്. ചാലക്കുടിയിൽ ഒരു IT പാർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവരുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു. 10ഓളം പേരെ ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ IT മാത്രമല്ല, ഇപ്പോൾ ഉപ്പേരി വിറ്റിട്ട് 70 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന ഒരു ഏത്തക്ക ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട് മാവേലിക്കരയിൽ. 70 കോടിയാണ് അതിനകത്ത് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകളെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. കേരളത്തിൻ്റെ ചെറു പട്ടണങ്ങളിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. സോ കേരളത്തിൻ്റെ ഫ്യൂച്ചർ അതാണ്. ഈ നഗരത്തിൽ കിടന്ന് ആകെ തിരക്കേണ്ട ഏത് ചെറു പട്ടണത്തിൽ നിന്നും എയർപോർട്ടിൽ എത്താൻ ബാംഗ്ലൂരിൻ്റെ ഒരു സൈഡിൽ നിന്ന് എയർപോർട്ടിൽ എത്തുന്നതിനേക്കാൾ പറ്റും. അതൊരു ചെറിയ കാര്യമല്ല. ബാംഗ്ലൂരിൻ്റെ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ എയർപോർട്ടിൽ എത്തണമെങ്കിൽ 2-2.5 മണിക്കൂർ എടുക്കും. അത്ര ട്രാഫിക് ജാമാണ്. ഡൽഹിയിൽ നിന്ന് അത് തന്നെയാണ്. എൻ്റെ മണ്ഡലമായ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ വേണ്ട, 1.25 മണിക്കൂർ മതി. വടകരയിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ കൊയിലാണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ തൃശ്ശൂരല്ലാതെ അവിടുത്തെ ഉള്ളിലെ ഒരു നഗരത്തിൽ നിന്ന് പിന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്നോ ചാലക്കുടിയിൽ നിന്നോ ഏത് സ്ഥലത്തുനിന്നും എയർപോർട്ടിലേക്ക് എത്താനൊക്കെയുള്ള സൗകര്യമുണ്ട്. അവിടെ എല്ലാം നല്ലപോലെ ആളുകളെ ജോലിക്ക് ചെയ്യാൻ കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഡെവലപ്പ് ചെയ്തുകൂടാ? അതാണ് കേരള മോഡൽ. ആ കേരള മോഡൽ വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേരള മോഡലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും പുതിയ കാലത്തിൻ്റെ കേരള മോഡലിനെ കുറിച്ച് പറയുമ്പോഴും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേരളത്തെ. പലപ്പോഴും അതിന് വഴങ്ങേണ്ടി വരുന്നതുകൊണ്ട് കേരളം വാസ്തവത്തിൽ BJP LDF ബന്ധമല്ല, BJP LDFനെ അങ്ങേയറ്റം ഉപദ്രവിക്കുന്നു എന്നുണ്ട്. ആ ഉപദ്രവത്തിന് ഇടയിലും കീഴടങ്ങാതെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, തെലുങ്കാനയിലെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റുകൾ പല പോളിസിയിലും സക്കംബ് ചെയ്യുന്ന പോലെ ഞങ്ങൾ സക്കംബ് ചെയ്യുന്നു, ഞങ്ങൾ കീഴ്പ്പെടുന്നു. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് മാത്രമേ ഞങ്ങൾക്ക് ഭരണഘടനാപരമായി കിട്ടേണ്ട പണം, ഞങ്ങളുടെ ടാക്സ് റവന്യൂ, ഞങ്ങളുടെ ബോറോയിങ് റൈറ്റ് തരുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയിട്ടുള്ളൂ. സുപ്രീം കോടതി പോയതിൻ്റെ പേരിൽ എത്രത്തോളം അവരുടെ പ്രതിഷേധം നേരിടേണ്ടി വന്നു എന്നുള്ളത് വ്യക്തിപരമായി എനിക്കറിയാം. അടുത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കും ഒക്കെ അറിയാം. ആ പ്രതിസന്ധി ഉള്ളപ്പോഴും കീഴ്പ്പെടാനല്ല ഞങ്ങൾ പോയത്. ഇപ്പോൾ അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടേക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എതിരെ ഒരു കേസ് കൊടുത്തതുകൊണ്ട് പല കാര്യങ്ങളും ഡിലേഡ് ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കേസ് കൊടുക്കുക ചെയ്തത്. സുപ്രീം കോടതി പോയിട്ടൊരു കേസ് കൊടുത്ത് ഭരണഘടനാ ബെഞ്ചിനെ തന്നെ സുപ്രീം കോടതി നിശ്ചയിച്ച ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി, അതുപോലെ മന്ത്രിമാർ, ഇവിടുത്തെ MLA-മാർ ഡൽഹി പോയിട്ട് ഈ നിലപാടിനെതിരെ സമരം ചെയ്തൊരു സ്റ്റേറ്റ്. അന്ന് UDF-കാർ വന്നില്ല. ഇവർക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പറയാനുണ്ടെങ്കിൽ അവർ വരേണ്ടതല്ലേ സമരത്തിൽ. ഞങ്ങളങ്ങനെ പറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ നയങ്ങളെ പലതും നമുക്ക് യോജിപ്പില്ല. പക്ഷേ ഇന്ത്യ രാജ്യത്തിലെ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ നിങ്ങൾ ഭരണഘടനാപരമായി സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിച്ചേ പറ്റൂ എന്നുള്ളത് ഒരു കാര്യമാണ്. അത് ആ നിയമം അനുസരിച്ചാതെ ഇപ്പോൾ SIR അതിശക്തമായി എതിർക്കുന്നുണ്ട്. അടുത്ത വർഷം കേസും പോയി. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് എന്ന നിലയിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കാര്യങ്ങൾ നടത്തുന്നത് തടയാൻ പറ്റില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്ന് കേസിന് പോയ അപൂർവ സംസ്ഥാനങ്ങളേ ഉള്ളൂ. SIR മാത്രമല്ല, പലത് ഇപ്പോൾ PM ശ്രീ ആണല്ലോ ഇടയ്ക്ക് അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത്. ലേബർ കോഡ് ഉണ്ട്. PM ശ്രീ ലേബർ കോഡ് നമ്മൾ കൊണ്ടുവരുന്നതിനകത്ത് നമ്മൾ പിന്നെ അത് കൊണ്ടുവരത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
PMCയുടെ കാര്യത്തിനകത്ത് അവർ പറയുന്ന സിലബസോ മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സിലബസിൻ്റെ കാര്യത്തിൽ. പക്ഷേ PMC നടപ്പിലാക്കുന്നതിൻ്റെ പേരിൽ 1500 കോടി ഒരു വർഷം തരേണ്ടത് 40,000 കോടി എഡ്യൂക്കേഷൻ നമ്മൾ ചിലവാക്കുന്നുണ്ട് ഒരു വർഷം. ഏറ്റവും കൂടുതൽ ചിലവാക്കുന്ന സ്റ്റേറ്റാണ്. 1500 കോടി അവർ തരേണ്ടത് തരുന്നില്ല. NHMന് തരേണ്ട ഒരു 1000 ചില്ലാനം കോടി ഒരു വർഷം തരുന്നില്ല. ഓരോ മേഖലയും തരാതിരിക്കുക. ഇങ്ങനെ തന്നെ തരാതിരിക്കുന്ന 14,000 കോടി ഒരു വർഷം. അപ്പോൾ ആ കാര്യത്തിനകത്ത് നമ്മളോട് അനുകൂലമാണോ കേന്ദ്ര ഗവൺമെൻറ്? അനുകൂലമാണെങ്കിൽ ഇതെല്ലാം തരണ്ടേ? ബീഹാർ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പോലെ, ഗുജറാത്ത് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെയല്ലേ തരണ്ടേ? തരുന്നുണ്ടോ? നമ്മളെ കേസിൽപ്പെടുത്തുക. നമ്മളെ മുഖ്യമന്ത്രിക്കും പഴയ ധനകാര്യമന്ത്രിക്കും എതിരെ ഇപ്പോഴും നോട്ടീസ് അയച്ചല്ലോ. നമ്മുടെ ഓരോ ആളുകൾക്കെതിരെയും അവർ കേസെടുക്കാൻ ശ്രമിക്കുകയാണല്ലോ. എവിടെ പറ്റും നോക്കിയിട്ട് ED നിൽക്കുന്നതല്ലേ? എത്രയോ വാർത്ത വരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കീഴ്പ്പെടുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ ഫൈറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യയിൽ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉയർത്തിപ്പിടിച്ച് തന്നെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കിഫ്ബിക്കെതിരെ വന്ന ഈ നോട്ടീസ് അതിനെങ്ങനെ നേരിടും? നിയമപരമായി നേരിടുമോ? അതിനകത്ത് നിയമപരമായി നേരിടുമെന്ന് മാത്രമല്ല, അതിനകത്ത് അടിസ്ഥാനം ഇല്ല എന്നുള്ള രേഖകൾ വന്നിട്ടുണ്ടല്ലോ. കിഫ്ബിയുടെ എതിരെ ഇപ്പോൾ വന്നേക്കുന്ന നോട്ടീസ് നേരത്തെ പറഞ്ഞ എന്തോ തെറ്റായ തരത്തിലാണ് മസാല ബോണ്ട് ഉപയോഗിച്ചു. മസാല എന്ന് പറഞ്ഞാൽ മസാലയും മസാല ദോശയായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇന്ത്യൻ രൂപയിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് മസാല ബോണ്ടിൻ്റെ അർത്ഥം. മറ്റെല്ലാം യൂറോയിലോ ഡോളറിലോ ആകുമ്പോഴത്തേക്ക് നാണ്യത്തിൻ്റെ വില വരുമ്പോഴത്തേക്ക് ഭയങ്കര തോതി വരും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് റിസർവ് ബാങ്ക് അംഗീകരിച്ചാണ് ഈ ബോണ്ട് മസാല ബോണ്ട് സിസ്റ്റം. റിസർവ് ബാങ്ക് നിയമം അനുസരിച്ച് എടുത്തത്. അവരവസാനം കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ അയക്കുന്ന നോട്ടീസിൽ പറയുന്ന കാര്യമായിട്ട് മനസ്സിലാക്കിയത്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ലാൻഡ് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ലാൻഡ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ആ ലാൻഡ് എടുക്കുമ്പോൾ നേരത്തെ ലാൻഡ് അക്വിസിഷനെ പാടില്ല എന്നായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് നമ്മൾ എടുക്കുമ്പോൾ ലാൻഡ് അക്വിസിഷൻ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റിൽ മാത്രം പാടില്ല എന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കുന്നത്. ഇത് സംസ്ഥാന ഗവൺമെൻറ് റിയൽ എസ്റ്റേറ്റ് നടത്തുന്നു. നാഷണൽ ഹൈവേക്ക് ഇവർ നമ്മളെ കഴുത്തി പിടിച്ച് ഞെക്കി, നിങ്ങൾ പണം തന്നില്ലെങ്കിൽ നാഷണൽ ഹൈവേ പണിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടി കൊടുക്കുന്ന പണം, ആശുപത്രിയോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഫാക്ടറിയോ ഒക്കെ പണിയാൻ വേണ്ടി സ്ഥലമെടുക്കാൻ കൊടുക്കുന്ന പണം, ഇൻഡസ്ട്രിയൽ കോറിഡോർ പണിയാൻ വേണ്ടി എടുക്കുന്ന പണം, ആ പണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചിട്ട്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തുള്ള പണം അത് തെറ്റായ കാര്യമാണെന്ന് പറയുന്നതിന് എന്താ അടിസ്ഥാനം? അങ്ങനെ അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. പക്ഷേ അവർ നോട്ടീസ് അയക്കും, അതിന് വിവാദം ഉണ്ടാക്കും, രാഷ്ട്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്നുള്ള തരത്തിലേക്കാണ് ജനം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ പുതിയ പദ്ധതികൾ, ഇപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികൾ, അത് 2 സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കി തുടങ്ങിയിട്ടില്ല, അതുപോലെ കണക്റ്റീവ് വർക്ക് പദ്ധതി നടപ്പാക്കിയിട്ടില്ല. അതൊക്കെ എപ്പോൾ ആരംഭിക്കാൻ കഴിയും? എന്താണ് അതിൻ്റെ ഒരു? നവംബർ 1 മുതൽ നടപ്പിലാക്കാൻ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ പെൻഷന് നമ്മൾ ഓൾറെഡി നമ്മുടെ ലിസ്റ്റുണ്ട്. അതിനകത്ത് പണം നമ്മൾ പകുതിയിലധികം പണം നേരെ ബാങ്ക് ട്രാൻസ്ഫറാണ്. ബാക്കി പകുതി നമ്മൾ സഹകരണ ബാങ്കിലേക്ക് കൊടുത്തിട്ട് അവർ കൊണ്ട് കൊടുക്കുക. അപ്പം നമുക്ക് പണം കൊടുക്കാം. അത് കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ 20-ാം തീയതി കഴിഞ്ഞായിരുന്ന ഡ്യൂ 3600 രൂപ വെച്ച് എല്ലാവരുടെ അക്കൗണ്ടിൽ എത്തി, അല്ലെങ്കിൽ അവർക്ക് അടുത്ത് പോകും. മറ്റേതിന് ആപ്ലിക്കേഷൻ വേണ്ടേ? അവരിതിൻ്റെ എലിജിബിലിറ്റി നോക്കണ്ട. 31 ലക്ഷത്തിൻ്റെ 35 ലക്ഷത്തിനിടയ്ക്ക് ആൾ വരുമെന്ന കണക്ക്. അവരുടെ പിങ്കാണോ യെല്ലോ കാർഡാണോ, ആ കാർഡും അത് മേടിച്ച് അത് അപ്ലോഡ് ചെയ്യണം. ഫോമെല്ലാം ധനകാര്യ വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാം അതിൻ്റെ നോംസ്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടപടിക്രമമൊക്കെ നടക്കുന്നു. അതിൻ്റെ സോഫ്റ്റ്വെയറും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്യണം. അതൊക്കെ നടക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തടസ്സമല്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫോം ആവണം. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടപ്പിലാവും. അതിനെല്ലാം പണം കണ്ടെത്തിയിട്ടാണല്ലോ നമ്മളിത് പറയുന്നത്. പിന്നെ 5 ലക്ഷം പേർക്കുള്ളതാണ്. അതും ലേബർ വകുപ്പാണ് അതിൻ്റെ കാര്യങ്ങൾ പൊതുവിൽ. അത് ഫോം ഫൈനലി അംഗീകരിക്കേണ്ടത് ഫിനാൻസാണ്. പക്ഷേ ലേബർ വകുപ്പാണ് വഴിയാണ് അത് വരുന്നതിനെ പാലിച്ചേക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ തന്നെ അത് വേണ്ടിയും കൊടുക്കും. അതിന് തടസ്സമില്ല. മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം ആശ, അംഗൻവാടി അതുപോലുള്ളതിനെല്ലാം കൊടുത്തു കഴിഞ്ഞല്ലോ. അതെല്ലാം ഓൾറെഡി ഉള്ള ഒരു സംവിധാനമാണ്. അതിനകത്തേക്ക് ആ പണം പോകാമെന്നുള്ളത്. ഇത് പുതുതായിട്ട് വരേണ്ട 2 കാര്യങ്ങൾ അതിപ്പോൾ കൊടുക്കും എന്നുള്ളതിന് തക്കമില്ല. കൊടുക്കുമെന്ന് മാത്രമല്ല, LDF ആണെങ്കിൽ കണ്ടിന്യൂസ് ആയി കൊടുക്കും. ചില സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കാതെ ഇരുന്നതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിൻ്റെ അടുത്ത ആഴ്ച പിന്നെ സർക്കാർ ഓഫീസിലേക്ക് വലിയ മാർച്ച് നടക്കുക. ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് തന്നില്ലല്ലോ, 10,000 രൂപ തരാമെന്ന് പറഞ്ഞ് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെ അങ്ങനല്ല. 80 തൊട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കുന്നത് ഇടതുപക്ഷമാണ്. ഇനിയായാലും ഇടതുപക്ഷം ഉണ്ടെങ്കിൽ, ഇടതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ശക്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൊടുക്കും. ബജറ്റ് വരാൻ പോകുന്നു. പുതിയ ബജറ്റ് വരേണ്ട സമയമായി. ബജറ്റ് പുതിയ ഇലക്ഷൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ബജറ്റ് പൂർണ്ണമായ ബഡ്ജറ്റ് അംഗീകരിക്കുകയല്ല സാധാരണ ചെയ്യുന്നത്. എന്നാൽ ബജറ്റ് പൂർണ്ണമായി തയ്യാറാക്കി അവതരിപ്പിക്കണം. അതിനുള്ള തയ്യാറെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നടക്കുന്നുണ്ട്. ഇത് അങ്ങ് ഈ ജനസംഖ്യ കുറയുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ നമ്മൾ എപ്പോഴും എല്ലാ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമാണ്. അപ്പോൾ ഈ ജനസംഖ്യ കുറയുന്നതിനനുസരിച്ച്
നേരെ വിപരീതമാണ് സർക്കാർ ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കാരണം ഈ എൻ്റെ ഒന്നാം പിണറായി സർക്കാരിന് ശേഷം ഇതുവരെ തന്നെ ഒരു 50,000-ഓളം ആളുകളുടെ പോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ PSC നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ഈ തികച്ചും ഒബ്സലീറ്റ് ആയിട്ടുള്ള തികച്ചും അനാവശ്യമായ തസ്തികകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നേരിടാൻ എന്തെങ്കിലും സർക്കാർ? അത് അത്തരം കാര്യങ്ങളിൽ ശാസ്ത്രീയമായ ഒരു പഠനം വേണ്ടതാണ്. ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റിലൊക്കെ ചിലത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഫയലായെല്ലാം ഞാൻ പണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു 2006 VS-ൻ്റെ കൂടെ. എൻ്റെ മുറിയിൽ അന്ന് വിദ്യാർത്ഥികളായിട്ടുൾപ്പെടെ അവിടെ വന്നിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങളിൽ പലരും അന്ന് ഓഫീസിൽ വന്നിട്ടുള്ളവരാണ്, പത്രപ്രവർത്തകരായി വന്നിട്ടുണ്ട്. അന്ന് ആ മുറിയിൽ ഞാൻ ആദ്യമായിട്ട് ഇത്തരം ചുമതല പോവാണ്. അതുവരെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പോകുന്നത്. ആ മുറി മൊത്തം ഫയലുകളാണ്, മേശപ്പുറത്ത് മൊത്തം ഫയല്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ എത്ര ഫയൽ വരുന്നതാണ്, അതും ഇത്രയുള്ള കെട്ടുള്ള ഫയലുകളാണ്. എത്ര നോക്കിയാലും തീരത്തില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ രാത്രി വരെ ഇരുന്ന് നോക്കണം, അത്ര വലിയ ഫയലുകളാണ്. ഇപ്പോൾ ഏത് ഓഫീസിൽ നിങ്ങൾ നോക്കിയോ ഫയലുണ്ടോ? എല്ലാം ഈ ഫയലാണ്. കെട്ടുകണക്കിന് ഫയൽ എവിടെ ഇല്ല, എല്ലാം ഈ ഫയലാണ്. ഫയൽ അതിനേക്കാൾ കൂടുതലുണ്ട്, ഈ ഫയലാണ്. അന്ന് ഈ ഫയൽ കൊണ്ടുപോകുന്ന OA എന്ന് പറഞ്ഞ ഡ്യൂട്ടി ഉണ്ട്. 10,000 ചില്ലാനും പേരുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് OA. അപ്പോൾ ഈ ഫയൽ എടുത്തുനിന്ന് ഉയരണം, അടുത്തോട്ട് പോകണം. ഇപ്പോൾ അതില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ റീസ്ട്രക്ചറിങ് കുറേ വന്നിട്ടുണ്ട്. റീസ്ട്രക്ചറിങ് ഇനി വേണം. അതുപോലെ പണ്ട് ഒരു രസമുണ്ട്, ഞങ്ങൾ സ്റ്റുഡൻറ്റ് സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്ന സമയത്ത് അന്ന് ഈ കമ്പ്യൂട്ടറൈസേഷൻ ഒക്കെ ആവുന്നേ ഉള്ളൂ യൂണിവേഴ്സിറ്റിയിലൊക്കെ. 91 ആ സമയത്ത് ഞാൻ സ്റ്റുഡൻറ്റ് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അപ്പോൾ അന്നേരം രസമുണ്ട്, ഈ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സിനെല്ലാം ഓരോ കമ്പ്യൂട്ടർ കൊടുത്തു. അന്ന് പഴയ വലിയ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറാണ് യൂണിവേഴ്സിറ്റി, അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ അവിടുന്ന് അപേക്ഷ, ഇവിടെ ഒരു കമ്പ്യൂട്ടർ കിട്ടിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായിട്ടുള്ള ഒരാളെ കൂടെ അപ്പോയിൻറ്റ് ചെയ്യണം. ഇപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവരുടെ കമ്പ്യൂട്ടർ ഉണ്ടവർക്കൊക്കെ അവരതിൽ നിന്ന് തന്നെ അടിച്ചു വിടുകയാണ്. അന്ന് അതായിരുന്നു കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്ഥലത്തും ഈ ഒബ്സലറ്റ് ഒന്നോ അല്ലെങ്കിൽ ഇപ്പം ടൈമിൽ അല്ലാത്തതായ ഒത്തിരി കാര്യങ്ങളുണ്ടാവാം. പക്ഷേ കുറേയേറെ നമ്മൾ കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറയ്ക്കാനുണ്ട്. സെക്രട്ടേറിയറ്റിൽ അടുത്ത കാലം വരെ നോക്കെന്ന് പറഞ്ഞൊരു ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലെന്നാണ് തോന്നുന്നത്. നോട്ടം എന്താ അറിയോ? പണം കിട്ടുന്ന ആളെ ഇവിടെ നോക്കുക അയാൾ, ഇത് എന്തെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. പലയിടത്തും ഈ കോടതികളിലൊക്കെ പണ്ട് ഫാനില്ലാത്തപ്പോൾ ഈ പങ്ക വലിക്കുന്നൊരു ജോലി ഉണ്ടായിരുന്നു. സൈക്കിൾ സ്റ്റാൻഡിൻ്റെ നോട്ടക്കാർ, ഇങ്ങനെയൊക്കെയുള്ള പല ജോലിയുണ്ട്. പലപ്പോഴും കാലോചിതമായി നമുക്ക് പുതിയ ജോലികളിലേക്ക്, ഇത് മാത്രമല്ല ഇതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം തന്നെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് അത്തരം ജോലികൾ റീപ്ലേസ് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ പുതിയ ജോലി ധാരാളം വരുന്നുണ്ട്. പണ്ട് ഉണ്ടായിരുന്നതിനേക്കാളും സർവീസ് സെക്ടറിൽ കൂടുതൽ ജോലി വേണ്ടി വരും. അപ്പോൾ ഒരേപോലെ അല്ല ജോലികൾ തുടരേണ്ടത്, അതൊക്കെ റീസ്ട്രക്ചർ ചെയ്യേണ്ടതാണ്. കുറേ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് എല്ലാ വകുപ്പിലും. ഇനിയും ജോലി കിട്ടേണ്ടവർക്ക് ഏറ്റവും സുരക്ഷിതമായ ജോലി, ഏറ്റവും നല്ല ശമ്പളമുള്ള ജോലി സർക്കാർ ജോലിയാണ് കേരളത്തിൽ. PMCയുടെ കാര്യത്തിനകത്തും അവർ പറയുന്ന സിലബസോ മറ്റു കാര്യങ്ങളും നടപ്പിലാക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സിലബസിൻ്റെ കാര്യത്തിൽ. പക്ഷേ PMC നടപ്പിലാക്കുന്നതിൻ്റെ പേരിൽ 1,500 കോടി ഒരു വർഷം തരേണ്ടത്, 40,000 കോടി എഡ്യൂക്കേഷൻ നമ്മൾ ചിലവാക്കുന്നുണ്ട് ഒരു വർഷം. ഏറ്റവും കൂടുതൽ ചിലവാക്കുന്ന സ്റ്റേറ്റാണ്. 1,500 കോടി അവർ തരുന്നില്ല. NHM-ന് തരേണ്ട 1,000 കോടി ഒരു വർഷം തരുന്നില്ല. ഓരോ മേഖലയും തരാതിരിക്കുക, ഇങ്ങനെ തന്നെ തരാതിരിക്കുന്ന 14,000 കോടി ഒരു വർഷം. അപ്പോൾ ആ കാര്യത്തിനകത്ത് നമ്മളോട് അനുകൂലമാണോ കേന്ദ്ര ഗവൺമെൻറ്? അനുകൂലമാണെങ്കിൽ ഇതെല്ലാം തരണ്ടേ? ബീഹാർ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പോലെ, ഗുജറാത്ത് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയല്ലേ തരണ്ടേ? തരുന്നുണ്ടോ? നമ്മളെ കേസിൽപ്പെടുത്തുക. നമ്മളെ മുഖ്യമന്ത്രിക്കും പഴയ ധനകാര്യമന്ത്രിക്കും എതിരെ ഇപ്പോഴും നോട്ടീസ് അയച്ചല്ലോ. നമ്മുടെ ഓരോ ആളുകൾക്കെതിരെയും ഒരു കേസെടുക്കാൻ ശ്രമിക്കുകയാണല്ലോ. എവിടെ പറ്റും നോക്കിയിട്ട് ED നിൽക്കുന്നതല്ലേ, എത്രയോ വാർത്ത വരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കീഴ്പ്പെടുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ ഫൈറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യയിൽ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉയർത്തിപ്പിടിച്ച് തന്നെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് നിയമപരമായി നേരിടുമെന്ന് മാത്രമല്ല, അതിനകത്ത് അടിസ്ഥാനം ഇല്ല എന്നുള്ള രേഖകൾ വന്നിട്ടുണ്ടല്ലോ. കിഫ്ബിയുടെ എതിരെ ഇപ്പോൾ വന്നേക്കുന്ന നോട്ടീസ് നേരത്തെ പറഞ്ഞ എന്തോ തെറ്റായ തരത്തിലാണ് മസാല ബോണ്ട് ഉപയോഗിച്ചു. മസാല എന്ന് പറഞ്ഞാൽ മസാല ദോശയായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇന്ത്യൻ രൂപയിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് മസാല ബോണ്ടിൻ്റെ അർത്ഥം. മറ്റെല്ലാം യൂറോയിലോ ഡോളറിലോ ആകുമ്പോഴത്തേക്ക് നാണ്യത്തിൻ്റെ വില വരുമ്പോഴത്തേക്ക് ഭയങ്കര തോതിൽ വരും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് റിസർവ് ബാങ്ക് അംഗീകരിച്ചാണ് ഈ ബോണ്ട് മസാല ബോണ്ട് സിസ്റ്റം. റിസർവ് ബാങ്ക് നിയമം അനുസരിച്ച് എടുത്തത്. അവരവസാനം കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ വായിക്കുന്ന നോട്ടീസിൽ പറയുന്ന കാര്യമായിട്ട് മനസ്സിലാക്കിയത്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ലാൻഡ് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ലാൻഡ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ആ ലാൻഡ് എടുക്കുമ്പോൾ നേരത്തെ ലാൻഡ് അക്വിസിഷനെ പാടില്ല എന്നായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് നമ്മൾ എടുക്കുമ്പോൾ ലാൻഡ് അക്വിസിഷൻ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റിൽ മാത്രം പാടില്ല എന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കുന്നത്. ഇത് സംസ്ഥാന ഗവൺമെൻറ് റിയൽ എസ്റ്റേറ്റ് നടത്തുന്നു. നാഷണൽ ഹൈവേക്ക് ഇവർ നമ്മുടെ കഴുത്തി പിടിച്ച് ഞെക്കി, നിങ്ങൾ പണം തന്നില്ലെങ്കിൽ നാഷണൽ ഹൈവേ പണിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടി കൊടുക്കുന്ന പണം ആശുപത്രിയോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഫാക്ടറിയോ
ഒക്കെ പണിയാൻ വേണ്ടി സ്ഥലമെടുക്കാൻ കൊടുക്കുന്ന പണം, ഇൻഡസ്ട്രിയൽ കോറിഡോർ പണിയാൻ വേണ്ടി എടുക്കുന്ന പണം, ആ പണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചിട്ട്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തുള്ള പണം അത് തെറ്റായ കാര്യമാണെന്ന് പറയുന്നതിന് എന്താ അടിസ്ഥാനം? അങ്ങനെ അടിസ്ഥാനം ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ അവർ നോട്ടീസ് അയക്കും, അതിന് വിവാദം ഉണ്ടാക്കും, രാഷ്ട്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്നുള്ള തരത്തിലേക്കാണ് ജനം മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പുതിയ പദ്ധതികൾ, പ്രഖ്യാപിച്ച പദ്ധതികൾ, അത് 2 സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കി തുടങ്ങിയിട്ടില്ല, അതുപോലെ കണക്റ്റീവ് വർക്ക് പദ്ധതി നടപ്പാക്കിയിട്ടില്ല, അതൊക്കെ എപ്പോൾ ആരംഭിക്കാൻ കഴിയും? എന്താണ് അതിൻ്റെ ഒരു? നവംബർ 1 മുതൽ നടപ്പിലാക്കാൻ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ പെൻഷന് നമ്മൾ ഓൾറെഡി നമ്മുടെ ലിസ്റ്റുണ്ട്. അതിനകത്ത് പണം നമ്മൾ പകുതിയിലധികം പണം നേരെ ബാങ്ക് ട്രാൻസ്ഫറാണ്, ബാക്കി പകുതി നമ്മൾ സഹകരണ ബാങ്കിലേക്ക് കൊടുത്തിട്ട് അവർ കൊണ്ട് കൊടുക്കുക. അപ്പം നമുക്ക് പണം കൊടുക്കാം. അത് കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ 20-ാം തീയതി കഴിഞ്ഞായിരുന്ന ഡ്യൂ 3600 രൂപ വെച്ച് എല്ലാവരുടെ അക്കൗണ്ടിൽ എത്തി, അല്ലെങ്കിൽ അവർക്ക് അടുത്ത് പോകും. മറ്റേതിന് ആപ്ലിക്കേഷൻ വേണ്ടേ? അവരിതിൻ്റെ എലിജിബിലിറ്റി നോക്കണ്ടേ? 31 ലക്ഷത്തിനും 35 ലക്ഷത്തിനും ഇടയ്ക്ക് ആൾ വരുമെന്ന കണക്ക്. അവരുടെ പിങ്കാണോ യെല്ലോ കാർഡാണോ, ആ കാർഡും അത് മേടിച്ച് അത് അപ്ലോഡ് ചെയ്യണം. ഫോമെല്ലാം ധനകാര്യ വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാം അതിൻ്റെ നോംസ്, അതിൻ്റെ ബാക്കി കാര്യങ്ങളും നടപടിക്രമമൊക്കെ നടക്കുന്നു. അതിൻ്റെ സോഫ്റ്റ്വെയറും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്യണം. അതൊക്കെ നടക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തടസ്സമല്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫോം ആവണം. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടപ്പിലാവും. അതിനെല്ലാം പണം കണ്ടെത്തിയിട്ടാണല്ലോ നമ്മളിത് പറയുന്നത്. പിന്നെ 5 ലക്ഷം പേർക്കുള്ളതാണ്. അതും ലേബർ വകുപ്പാണ് അതിൻ്റെ കാര്യങ്ങൾ പൊതുവിൽ. അത് ഫോം ഫൈനലി അംഗീകരിക്കേണ്ടത് ഫിനാൻസാണ്. പക്ഷേ ലേബർ വകുപ്പാണ് വഴിയാണ് അത് വരുന്നതിനെ പാലിച്ചേക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ തന്നെ അത് വേണ്ടിയും കൊടുക്കും. അതിന് തടസ്സമില്ല. മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം ആശാ, അംഗൻവാടി അതുപോലുള്ളതിനെല്ലാം കൊടുത്തു കഴിഞ്ഞല്ലോ. അതെല്ലാം ഓൾറെഡി ഉള്ള ഒരു സംവിധാനമാണ്. അതിനകത്തേക്ക് ആ പണം പോകുന്നില്ല. ഇത് പുതുതായിട്ട് വരേണ്ട 2 കാര്യങ്ങൾ അതിപ്പോൾ കൊടുക്കുന്നുള്ളതിന് തർക്കമില്ല. കൊടുക്കുമെന്ന് മാത്രമല്ല, LDF ആണെങ്കിൽ കണ്ടിന്യൂസ് ആയി കൊടുക്കും. ചില സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കാതെ ഇരുന്നതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിൻ്റെ അടുത്ത ആഴ്ച പിന്നെ സർക്കാർ ഓഫീസിലേക്ക് വലിയ മാർച്ച് നടക്കുക. ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ തന്നില്ലല്ലോ, 10,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെ അങ്ങനല്ല. 80 തൊട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കുന്ന ഇടതുപക്ഷമാണ്. ഇനിയായാലും ഇടതുപക്ഷം ഉണ്ടെങ്കിൽ, ഇടതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ശക്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൊടുക്കും. പുതിയ ബഡ്ജറ്റ് വരേണ്ട സമയമായി. ബഡ്ജറ്റ് പുതിയ ഇലക്ഷൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ബഡ്ജറ്റ് പൂർണ്ണമായ ബഡ്ജറ്റ് അംഗീകരിക്കുകയല്ല സാധാരണ ചെയ്യുന്നത്. എന്നാൽ ബഡ്ജറ്റ് പൂർണ്ണമായി തയ്യാറാക്കി അവതരിപ്പിക്കണം. അതിനുള്ള തയ്യാറെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ഇത് അങ്ങ് ഈ ജനസംഖ്യ കുറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ നമ്മൾ എപ്പോഴും എല്ലാ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമാണ്. അപ്പോൾ ഈ ജനസംഖ്യ കുറയുന്നതിനനുസരിച്ച് നേരെ വിപരീതമായിട്ട് സർക്കാർ ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കാരണം ഈ എൻ്റെ ഒരു 1ാം പിണറായി സർക്കാരിന് ശേഷം ഇതുവരെ തന്നെ ഒരു 45,000 പോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ PSC നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ഈ തികച്ചും ഒബ്സൊലീറ്റ് ആയിട്ടുള്ള, തികച്ചും അനാവശ്യമായ തസ്തികകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് എന്തെങ്കിലും സർക്കാർ എന്തെങ്കിലും പദ്ധതി ആലോചിക്കുന്നത്? അത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായ ഒരു പഠനം വേണ്ടതാണ്. ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റിലൊക്കെ ചിലത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ഫയലല്ല. ഞാൻ പണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു 2006 VSN രൂപ. എൻ്റെ മുറിയിൽ അന്ന് വിദ്യാർത്ഥികളായിട്ടുൾപ്പെടെ അവിടെ വന്നിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങളിൽ പലരും അന്ന് ഓഫീസിൽ വന്നിട്ടുള്ളവരാണ്, പത്രപ്രവർത്തകരായി വന്നിട്ടുണ്ട്. അന്ന് ആ മുറിയിൽ ഞാൻ ആദ്യമായിട്ട് ഇത്ര ചുമതല പോവാണ്. അതുവരെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പോകുന്നത്. ആ മുറി മൊത്തം ഫയലുകളാണ്. മേശപ്പുറത്ത് മൊത്തം ഫയല്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ എത്ര ഫയൽ വരുന്നതാണ്. അതും വലിയ ഇത്രയുള്ള കെട്ടുള്ള ഫയലുകളാണ്. എത്ര നോക്കിയാലും തീരത്തില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ രാത്രി വരെ ഇരുന്ന് നോക്കണം, അത്ര വലിയ ഫയലുകളാണ്. ഇപ്പോൾ ഏത് ഓഫീസിൽ നിങ്ങൾ നോക്കിയോ ഫയലുണ്ടോ? എല്ലാം ഈ ഫയലാണ്. കെട്ടുകണക്കിന് ഫയൽ എവിടെ ഇല്ല, എല്ലാം ഈ ഫയലാണ്. ഫയൽ അതിനേക്കാൾ കൂടുതലുണ്ട്, ഈ ഫയലാണ്. അന്ന് ഈ ഫയൽ കൊണ്ടുപോകുന്ന OA എന്ന് പറഞ്ഞ ഡ്യൂട്ടി ഉണ്ട്. 10,000 പേരുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റ്. അപ്പോൾ ഈ ഫയൽ ഒരിടത്തുനിന്ന് ഊയണം, അടുത്തിട്ട് പോകണം. ഇപ്പോൾ അതില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ റീസ്ട്രക്ചറിങ് കുറേ വന്നിട്ടുണ്ട്. റീസ്ട്രക്ചറിങ് ഇനി വേണം. അതുപോലെ പണ്ട് ഒരു രസമുണ്ട്. ഞങ്ങൾ സ്റ്റുഡൻറ്റ് സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്ന സമയത്ത് അന്ന് ഈ കമ്പ്യൂട്ടറൈസേഷൻ ഒക്കെ ആവുന്നേ ഉള്ളൂ യൂണിവേഴ്സിറ്റിയിലൊക്കെ. 91 ആ സമയത്ത് ഞാൻ സ്റ്റുഡൻറ്റ് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അപ്പോൾ അന്നേരം രസമുണ്ട്. ഈ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സിനെല്ലാം ഓരോ കമ്പ്യൂട്ടർ കൊടുത്തു. അന്ന് പഴയ വലിയ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറാണ്. യൂണിവേഴ്സിറ്റി അത് വലിയ കാര്യമാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ അവിടുന്ന് അപേക്ഷ, ഇവിടെ ഒരു കമ്പ്യൂട്ടർ കിട്ടിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിട്ടുള്ള ഒരാളെ കൂടെ അപ്പോയിൻറ്റ് ചെയ്യണം. ഇപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവരുടെ കമ്പ്യൂട്ടർ ഉണ്ട് അവർക്കൊക്കെ, അവരതിൽ നിന്ന് തന്നെ അടിച്ചു വിടുകയാണ്. അന്ന് അതായിരുന്നു കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്ഥലത്തും ഈ ഒബ്സലറ്റ് ഒന്നും അല്ലെങ്കിൽ ഇപ്പം ടൈമിൽ അല്ലാത്തതായ ഒത്തിരി കാര്യങ്ങളുണ്ടാവാം. പക്ഷേ കുറേയേറെ നമ്മൾ കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇനി കുറയ്ക്കാനുണ്ട്. സെക്രട്ടേറിയറ്റിൽ അടുത്ത കാലം വരെ നോക്കെന്ന് പറഞ്ഞൊരു ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലെന്നാണ് തോന്നുന്നത്. നോട്ടം എന്താ അറിയോ? പണം കിട്ടുന്ന ആളെ ഇവിടെ നോക്കുക, ഇത് എന്തെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല.
പലയിടത്തും ഈ കോടതികളിലൊക്കെ പണ്ട് ഫാനില്ലാത്തപ്പോൾ ഈ പങ്ക വലിക്കുന്നൊരു ജോലി ഉണ്ടായിരുന്നു. സൈക്കിൾ സ്റ്റാൻഡിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള പല ജോലിയുണ്ട്. അപ്പോൾ പലപ്പോഴും കാലോചിതമായി നമുക്ക് പുതിയ ജോലികളിലേക്ക്, ഇത് മാത്രമല്ല ഇതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം തന്നെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് അത്തരം ജോലികൾ റീപ്ലേസ് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ പുതിയ ജോലി ധാരാളം വരുന്നുണ്ട്. പണ്ട് ഉണ്ടായിരുന്നതിനേക്കാളും സർവീസ് സെക്രട്ടറി കൂടുതൽ ജോലി വേണ്ടി വരും. അപ്പോൾ ഒരേപോലെ അല്ല ജോലികൾ തുടരേണ്ടത്, അതൊക്കെ റീസ്ട്രക്ചർ ചെയ്യേണ്ടതാണ്. കുറേ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് എല്ലാ വകുപ്പിലും. ഇനിയും ജോലി കിട്ടേണ്ടവർക്ക് ഏറ്റവും സുരക്ഷിതമായ ജോലി, ഏറ്റവും നല്ല ശമ്പളമുള്ള ജോലി സർക്കാർ ജോലിയാണ് കേരളത്തിൽ. ഇന്ത്യയിൽ പണ്ട് സ്വകാര്യ മേഖലയിലായിരുന്നു. സർക്കാർ കോളേജ് അധ്യാപകൻ, പത്രപ്രവർത്തകരായിട്ട് പോയിട്ടുള്ളതും ബാങ്കിൽ പോയിട്ടുള്ളവരും എനിക്കറിയാം, കോളേജ് പ്രൊഫസർ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. സർക്കാർ ജോലിയിൽ ഏതായാലും അതിനൊരു സുരക്ഷിതത്വമുണ്ട്, അതിനൊരു പെൻഷനായാലും അതിൻ്റെ അങ്ങനെ ഇടയ്ക്ക് പോയില്ല എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. എത്ര റിസ്ക്കുള്ള ജോലിയാണ് സ്വകാര്യ മേഖലയെ പലരും. പക്ഷേ അവിടെ വലിയ ജോലികളുടെ കാര്യത്തിലും എപ്പോഴാണ് പോകുന്നത് അറിയില്ല. അപ്പോൾ ഈ ഒരു സുരക്ഷിതത്വം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് എല്ലാ ജോലിയും കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം സ്വാഭാവികമാണ്. പക്ഷേ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ PSC വഴി ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ഇങ്ങനെ ഉള്ളൂ. ഇന്ത്യയിൽ കഴിഞ്ഞ 1-2 വർഷത്തെ അപ്പോയിൻമെൻറ്റ്, ആകെയുള്ള അപ്പോയിൻമെൻറ്റിൽ 60%-ലധികം കേരളത്തിലാണ്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ്, മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ അത് നിർത്തി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ ഈ പൊതു സർവീസിനെയും സർക്കാർ സർവീസിനെയും PSC വഴിയുള്ള അപ്പോയിൻമെൻറ്റിനെയും ആനുകൂല്യത്തെ ഒന്നും ചുരുക്കാനോ വെട്ടിക്കുറയ്ക്കാനോ ആലോചിച്ചിട്ടില്ല. ചിലത് ചിന്തിച്ച് റീസ്ട്രക്ചർ ചെയ്യുകയും പുതിയ ഡൈവേഴ്സിഫിക്കേഷനൊക്കെ വേണ്ടി വരും, അത് വേണ്ടി വരും. പക്ഷേ സംതൃപ്തമായ സർക്കാർ സർവീസും സംതൃപ്തമായ ജനങ്ങളും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. തൽക്കാലം ഈ പറഞ്ഞ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോസ്റ്റ് വന്നത് മെഡിക്കൽ കോളേജിൽ 10 മെഡിക്കൽ കോളേജാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഒരിടത്ത് പോലും ഒരാളെ പോലും, ഒരു ഡോക്ടറെ പോലും നിയമിക്കാതെ സ്റ്റാഫിനെ വെക്കുന്നത്. 1000 പേരുമാണ് ശരാശരി. പരിയാരം മെഡിക്കൽ കോളേജിൽ ഏറ്റെടുത്തിന് അവിടെ അതിൽ കൂടെ ആളെ സർക്കാരാക്കിയിട്ടുണ്ട്. പുതിയ ഹോസ്പിറ്റലുകൾ ധാരാളം വന്നിട്ടുണ്ട്. കോവിഡൊക്കെ വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ വന്നു. ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി നമുക്ക് റീസണബിളായിട്ടുള്ള തരത്തിലുള്ള പുതിയ വ്യാപനം എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വരണം. അതെല്ലാം ഗവൺമെൻറ് ചെയ്യുന്നതാണ് വേണ്ടതെന്നല്ല ഞാൻ വിചാരിക്കുന്നത്. നമ്മളാരും അങ്ങനെ വിചാരിക്കുന്നില്ല. കൂടുതൽ നല്ല എംപ്ലോയ്മെൻറ്റ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ തരത്തിലുള്ള മേഖലകൾ വഴി കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കേരളത്തിൽ വേണ്ടി വരും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്മാർ, മന്ത്രിമാരൊക്കെ പറയുന്നത് ഭയങ്കര പിശുക്കനാണ് ധനകാര്യമന്ത്രി എന്നാണ്. സ്വതവേ ഒരു പിശുക്കനാണല്ലോ. അത് വിദ്യാർത്ഥി കാലം മുതലുള്ളതുകൊണ്ട് പറയാം, വളരെ നോക്കി കണ്ട് ചിലവാക്കുന്ന ഒരാളാണ്. പിശുക്കെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും. അപ്പോൾ ഈ ഒരു വളരെ ആവശ്യത്തിന് മാത്രം ചിലവാക്കുക എന്നുള്ളൊരു ധനകാര്യമന്ത്രി അതിൽ മെച്ചപ്പെട്ട ഒരു സഹായിച്ചിട്ടുണ്ട്. കാരണം ധനകാര്യ വിദഗ്ധനല്ലാത്തൊരു ധനകാര്യമന്ത്രി നന്നായി പെർഫോം ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ എന്താ ആ ഒരു പിശുക്ക് അല്ലെങ്കിൽ ആ ഒരു മിതവ്യയം സഹായിച്ചിട്ടുണ്ടോ? ഈ മിതവ്യയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആറ്റിറ്റ്യൂഡാണ്. അത് ആകെ ചിലവിനെ നിയന്ത്രിക്കത്തില്ല. നമ്മളിങ്ങനെ അനാവശ്യമായ ചിലവ് വന്നാൽ നമ്മൾ ചോദിക്കുമെന്നുള്ളത് ആവശ്യമാണ്. ഞാൻ 2 ഉദാഹരണം പറയാം. കൊല്ലം കോടതിയുടെ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യവും തിരുവനന്തപുരത്തെ നിയമസഭാ മന്ദിരത്തിൻ്റെ പുതിയ ഇപ്പോഴത്തെ MLA ഹോസ്റ്റലിലെ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യവും വന്നത് ഞാൻ പറയാം. MLA ഹോസ്റ്റലിൻ്റെ ബിൽഡിംഗ് വന്നപ്പോൾ അതിൻ്റെ റേറ്റ് നോക്കിയപ്പം സ്ക്വയർ ഫീറ്റിന് 8000 രൂപയൊക്കെ അതിലൊക്കെ അധികമാവും. ഞങ്ങൾ അന്നത്തെ ഫൈനാൻസ് സെക്രട്ടറി, ഇപ്പോൾ അദ്ദേഹം കേന്ദ്രത്തിലെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ് ഇരിക്കുകയാണ്, RK സിംഗ്. നമ്മൾ അന്നത്തെ സ്പീക്കർ, പിന്നെ സ്പീക്കറുമായിട്ടും PWD മന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും സംസാരിച്ചു. അതിൻ്റെ കോസ്റ്റ് ഒരു 20% കുറച്ചു. ഇപ്പോൾ ഈ പണിഞ്ഞ് പൂർത്തിയാവുന്ന ബിൽഡിങ്ങിൻ്റെ നിലവിലുള്ള ബിൽഡിങ് അതേ സ്റ്റാൻഡേർഡിൽ കുറച്ചു. കൊല്ലത്തെ ഒരു ജില്ലാ കോടതിയുടെ എസ്റ്റിമേറ്റ് വന്നത് 147 കോടിയാണ്. നോക്കിയപ്പോൾ അത് വളരെ കേൾക്കുമ്പോൾ തന്നെ ഇതാണ്. അത് ഞങ്ങൾ സെയിം കപ്പാസിറ്റി തന്നെ വേണം. ഹൈക്കോടതി ജസ്റ്റിസ്, അതിന് ചുമതലയുള്ള ജസ്റ്റിസ് ഉൾപ്പെടെയായിട്ടുള്ളവർ സംസാരിച്ച് അവരെല്ലാം അംഗീകരിച്ച് അത് റീവർക്ക് ചെയ്തു. IIT കൊടുത്ത് അതിപ്പോൾ 90 കോടി, 80 കോടി താഴെ. നിങ്ങൾ അപ്പോൾ ഇതൊന്നും പിശുക്കല്ല. ഇത് റീസണബിളായിട്ട് കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ജസ്റ്റിസ് മുഷ്താഖ്, അദ്ദേഹം വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു. ജില്ലാ കോടതി നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രിയൊക്കെ സപ്പോർട്ടിംഗ് ആയിരുന്നു. അങ്ങനെ IIT നോക്കിയിട്ടാണ് ചെയ്തത്. പലതും ഓവർ. ഞാൻ ഈ സാധാരണ ഗതി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു മന്ത്രി യാത്ര ചെയ്തു, കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വിദേശത്ത് പോയി, ഒരു കാറ് മേടിച്ചു. ഇതൊക്കെ ചുമ്മാതെ പ്രചരണത്തിന് പറയാം. ഒറ്റ പ്രൊജക്റ്റിലെ കോസ്റ്റ് ഞാൻ പറഞ്ഞ കണ്ടോ, ഒരു വർഷം ആകെ ചിലവാകുന്നതിനേക്കാളും കൂടുതലല്ലേ അതിനകത്ത് സേവിങ്സ് വന്നേ. ചങ്ങനാശ്ശേരിയിലൊരു പാലം വന്നു, കോടതി വിധിയൊക്കെ ഉണ്ട്, പാലം വേണം. ഞാൻ നോക്കുമ്പോൾ 47 കോടി ഒരു പാലം. അപ്പോൾ ഞാനതിൻ്റെ സൈസ് അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു 47 കോടിയുടെ പാലം എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയ്ക്ക് കുറുക്ക് പോലും അത്രയും വേണ്ട, നല്ല പാലം ഒന്ന് കാണാമെന്ന് വെച്ച് ഞാനും അതിൻ്റെ യാത്ര ചെയ്ത് പോയി. അവിടുത്തെ MLA മാരുണ്ടായിരുന്നു. അപ്പോൾ എന്താ, അവിടെ ഒരു കനാലുണ്ട്. കനാലിൻ്റെ കുറുകെ ഒരു 1000 വണ്ടി പോലും ഒരു ദിവസം പോകാത്ത പാടശേഖരത്തിന് അടുക്കുള്ള ഒരു പാലമാണ്. പക്ഷേ ഈ തീരദേശ കനാൽ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ഇത്ര ഹൈറ്റ് വേണമെന്നാണ്. വലിയ ബോട്ടൊന്നും പോകുന്ന സ്ഥലമല്ല. അത് റീവർക്ക് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ
ഇപ്പോഴും അതിൻ്റെ റീവർക്ക് ചെയ്തപ്പോൾ 25 കോടിയായി. ഇനി കുറയേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. അതിനൊന്നും അത്രയും സ്ഥലത്ത് അങ്ങനല്ല വേണ്ടത്. ഇങ്ങനെ കോസ്റ്റ് വരുന്നത് ഉദ്യോഗസ്ഥന്മാരെയും കുറ്റം പറയില്ല, അവർ ചില നോംസൊക്കെ അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ കോസ്റ്റ് വരുന്നതിനകത്ത് എത്ര അധികം വരും? ഇത് നമ്മുടെ മുന്നേ വരുന്നതിലേക്കാണ്. ഒരു താലൂക്ക് മെഫീസിറ്റ് കോടതിക്ക് 47 കോടി രൂപയുടെ ബിൽഡിംഗ് വന്നു. കഴിഞ്ഞ ദിവസം ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ ഒരു ഓഫീസിന് 10 കോടി രൂപയുടെ ഒരു ഡിസൈൻ. ബാക്കിയെല്ലാം കൂടെ നോക്കാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഇത്രയും വരുന്നത്. സത്യത്തിൽ നമ്മുടെ ഒരു വീടിൻ്റെ വലിപ്പമുള്ള ഒരു 1 കോടിയോ 1.5 കോടിയോ ഉണ്ടെങ്കിൽ അത്രയും വലിപ്പം മതി സാധാരണ ഒരു 12,000 സ്ക്വയർ ഫീറ്റ് 3,000 സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിങ്ങിന്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വലിപ്പം വേണ്ട പോലീസ് SIയുടെ ഓഫീസിന്. ഇതിനൊക്കെ ഒരു ഷെഡ്യൂൾ ഓഫ് അക്കോമഡേഷൻ എന്ന നിയമമുണ്ട്. ഞാൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ആ ഷെഡ്യൂൾ ഓഫ് അക്കോമഡേഷൻ വേണ്ട തരത്തിലുള്ള നിർമ്മാണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസൈനിൻ്റെ കാര്യത്തിനകത്ത് ഓവർ ഡിസൈൻ ഇത് എല്ലായിടത്തും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇതൊരു പൊതുബോധമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്തോരോ കാര്യങ്ങൾ പറയുന്നത്. ചിലവിൻ്റെ കാര്യത്തിനകത്ത് പബ്ലിക് മണി സ്പെൻഡ് ചെയ്യുമ്പം നമ്മുടെ സ്വന്തം പണം ചിലവാക്കുന്ന പോലെ നിയന്ത്രണം ഇല്ല. നമുക്ക് വേണമെങ്കിൽ എനിക്ക് വലിയൊരു സാധനം മേടിക്കാം, ചെറിയൊരു സാധനം മേടിക്കാം. വലിയൊരു കാർ മേടിക്കാൻ എൻ്റെ പണം ഉണ്ടെങ്കിൽ ചെറുത് മേടിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ സൗകര്യം. പക്ഷേ പബ്ലിക് മണി സ്പെൻഡ് ചെയ്യുമ്പം ഒരു നോംസ് ഉണ്ടാവണം. ആ നോംസ് ഉണ്ടാവണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് പറയുന്നൊന്നല്ലേ ഉള്ളൂ. സംഘടനയുടെ കാര്യത്തിനകത്തും പണ്ടും അങ്ങനെ പറയുന്നത്. സംഘടനയുടെ കാര്യത്തിനകത്ത് അമിതമായിട്ട് ചിലവാക്കാൻ പാടില്ല. പാർട്ടിയുടെ ആയാലും സംഘടനയുടെ ആയാലും പൊതു കാര്യങ്ങൾ. പണ്ടത്തെ പറഞ്ഞ ഉത്സവ കമ്മിറ്റിക്കാർ പോയിട്ട് കയറ് വാങ്ങിക്കാൻ പോയ ആളെ വിളിക്കാൻ പോയ പൈസ, ആളെ കിട്ടാത്തതിൻ്റെ പൈസ, കയറ് മേടിക്കാൻ പോയതിൻ്റെ പൈസ, കയറ് കിട്ടാത്തതിൻ്റെ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി പറയുന്ന പോലെ അല്ല. നമ്മളെല്ലാം പബ്ലിക്കിനകത്തൊരു ചിലവ് നിയന്ത്രണം വേണം. ആ നിയന്ത്രണം വേണമെന്നല്ലാതില്ല. പക്ഷേ അങ്ങനെ വല്ലാതെ പിശുക്കി ചിലവാക്കുകയാണെങ്കിൽ 1,15,000 കോടിയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്തെ നമ്മുടെ വാർഷിക ചിലവ്. ഇപ്പോൾ അത് 1,75,000 കോടിയായി. പിശുക്കിയ ചിലവാക്കുന്നെങ്കിൽ ഈ പണം ചിലവാക്കാൻ പറ്റുമോ? ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് പെൻഷൻ 5 വർഷം കൊടുത്ത സാമൂഹ്യക്ഷേമ പെൻഷൻ പഴയ 18 മാസത്തെ കുറേ കുടിശ്ശികയും കൂടി ചേർത്ത് കൊടുത്തത് 35,000 കോടിയാണ് സ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ 5 വർഷം ആകുമ്പം 55,000 കോടിയിലേക്ക് എത്തും നമ്മുടെ. അപ്പോൾ അങ്ങനെ പിടിച്ച് ചിലവാക്കി കൊണ്ടുപോകുന്നതുകൊണ്ടല്ലേ ഇത് ചെയ്യാൻ പറ്റുന്നത്. അതെല്ലാവർക്കും വേണ്ട നിയന്ത്രണമാണ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലും ഒക്കെ ഈ നിയന്ത്രണം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഇത് ലോട്ടറി അടിച്ചിട്ട് 25 കോടി അടിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം മൊത്തം തീർന്നു പോയി പാപ്പരാവുന്നത് കൊണ്ട് നന്നായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പം ഉള്ള പബ്ലിക് മണി കാര്യമായിട്ട് ഉപയോഗിക്കണം. എന്നാൽ ആവശ്യമായ ഒരു ചിലവും കുറയ്ക്കുന്ന പ്രശ്നമില്ല. ഈ വാഗ്ദാനങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്ന ഒരു സർക്കാർ എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് പ്രതീക്ഷ വളരെ കൂടുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പലരും നടക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. ഇടതുപക്ഷം ജയിച്ചാൽ ഇനി 2,500 ആക്കിയാലോ എന്നുള്ളതാണ് ആ പ്രതീക്ഷ വളരുകയാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നമുക്ക് കഴിയുമോ? നമുക്ക് അതിനുള്ള സാമ്പത്തിക നില നമ്മളെ മെച്ചപ്പെടുമോ? ഈ ട്രില്യൺസ് ബഡ്ജറ്റ് വളരുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു? ഇപ്പം തന്നെ ഏറ്റെടുത്തേക്കുന്ന ചുമതല നല്ല ബാധ്യതയാണ്. ഒരു 10,000 കോടിയെങ്കിലും അടുത്ത വർഷം അധികമായിട്ട് ഏറ്റവും കുറഞ്ഞത് ചിലവ് വരും. അപ്പോൾ അത് കണ്ടെത്തി കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. അതനുസരിച്ച് പിന്നെ വരുമ്പം മണി വാല്യൂ ആവശ്യം കൊണ്ട് വരുമ്പോഴത്തേക്ക് പണത്തിൻ്റെ ലഭ്യതയൊക്കെ വരുന്നതനുസരിച്ച് കൂട്ടിക്കൊടുക്കേണ്ടി വരുമല്ലോ ഏത് കാലത്തും. കാരണം പണ്ട് 45 രൂപ കൊടുത്തത് 1980 45 രൂപ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ആ 45 രൂപ നിൽക്കാൻ പറ്റില്ലല്ലോ. ആ വർധന വരും. പക്ഷേ ഇങ്ങനെ എവിടുന്നേലും വാരിക്കോരി കൊടുക്കും, അവസാനം ഇത് പൂട്ടിക്കെട്ടി പോകുന്ന അവസ്ഥ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് നേരത്തെ ഈ ധനകാര്യമായാലും എല്ലാവരും ഒരു ധനകാര്യമന്ത്രിയുടെ ഇതുണ്ട്. അതിനൊന്നും കുറച്ച് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മാത്രമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ ഞാനായാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം ഞാൻ കൊമേഴ്സാണ്. വാസ്തവത്തിൽ അക്കൗണ്ടും കൊമേഴ്സൊക്കെ പ്രധാനം. എനിക്ക് അത്യാവശ്യം ഈ വരുമ്പം 5 വർഷക്കാലത്തേക്ക് എങ്ങനെ ആയിരിക്കും, അടുത്ത വർഷം ആദ്യം എന്തായിരിക്കും, ഈ അടുത്ത 3 മാസം എന്തായിരിക്കും, എനിക്കൊരു കണക്കുണ്ട്. വകുപ്പിലും കണക്കാണ്. അത് കൃത്യമായ കണക്ക് വെച്ച് തന്നെയാണ്. അതില്ലാതെ അല്ല പോകുന്നത്. അടുത്ത ഓരോ മാസവും എത്ര വരും എന്നൊക്കെ ഞങ്ങൾക്കറിയാം. ധനകാര്യ വകുപ്പിന് കൃത്യമായ കണക്കും പദ്ധതിയുണ്ട്. നമുക്കും അതിനനുസരിച്ച് ഐഡിയ. അപ്പോൾ അത് നമ്മളെല്ലാം നമ്മുടെ വീടുകളിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശമ്പളം വെച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? നിങ്ങൾ മാനേജ് ചെയ്യും. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പണവും വരുന്നതും സാധ്യത നോക്കിയിട്ടാണ് മാനേജ് ചെയ്യേണ്ടത്. അതേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാവുന്നേ ഉള്ളൂ. പക്ഷേ പ്രയോഗത്തിൽ വരുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിരിക്കും. കാരണം എല്ലാ സ്ഥലത്തു നിന്നുള്ള പ്രഷർ കിട്ടേണ്ടത്, അത് കൊടുക്കേണ്ടത്, നോ പറയേണ്ടത് നോ പറയണം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സാധാരണഗതിയിൽ ആർക്കും പറ്റില്ല. ധനകാര്യ വകുപ്പിന് തീരെ പറ്റില്ല. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷം കൊടുത്താൽ അടുത്ത 2 മാസം കഴിയുമ്പോൾ എല്ലാവർക്കും ദുഃഖമാവുന്ന സ്ഥിതി ഉണ്ടാവരുത്. കാരണം ഇത് കൊടുത്തുകൊണ്ടിരിക്കുക, ഇത് കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉള്ളത് കൊടുത്തു, പിന്നെ 3 മാസം കഴിയുമ്പോൾ കിട്ടുന്നേ ഇല്ല. പിന്നെ 18 മാസം കൊടുക്കാതിരുന്നിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ചേർന്നിട്ടാണ് ധനകാര്യത്തിൻ്റെ കാര്യം. അത് കൃത്യമായിട്ട് ഈ കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയാറുണ്ട്, നമ്മുടെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയാറുണ്ട്. അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും നല്ല തരത്തിൽ തന്നെ ഇപ്പോൾ ഉള്ളതിനേക്കാളും മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളം മുന്നോട്ട് പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത 5 വർഷവും ഇതുപോലെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ജനങ്ങളുടെ കയ്യിലാണ് ഇനി അടുത്ത ഗവൺമെൻറ് വരേണ്ടത് ആര് എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഏറ്റവും നന്നായി ചെയ്യുന്നൊരു ഗവൺമെൻറ്റാണ്
അതിൻ്റെ നയം അതാണ് എന്നുള്ളത് ജനങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കേവലം 1-2 കാര്യം വെച്ചിട്ട് മാത്രമല്ല, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാട് ഈ ഗവൺമെൻറ്റുണ്ട്. നിലവിലുള്ള ആളുകളുടെ കാര്യങ്ങളെപ്പറ്റിയുള്ള സംരക്ഷണത്തിനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ടൊരു എക്കോസിസ്റ്റത്തോടുകൂടി കേരളത്തിൻ്റെ സാമ്പത്തിക രംഗവും തൊഴിൽ രംഗവും മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. സർവോപരി ഇത്രയും സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലം ഇന്ത്യയിൽ വേറെ ഇല്ല, ലോകത്തും വളരെ കുറവാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള പിന്നെ കടയിൽ പോയി കഴിക്കാം, അമ്പലത്തിൽ പോകാം, പള്ളിയിൽ പോകാം, വഴിനീളം നടക്കുന്നതിന് സ്ത്രീകൾക്കുൾപ്പെടെ പൊതുവിൽ നമ്മൾ അതും മറ്റൊരു സ്ഥലത്ത് പത്രപ്രവർത്തകരാണെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തി കഴിഞ്ഞാൽ ഇപ്പോഴും ജയിലിൽ നിന്ന് പുറത്തു വരാത്ത ആളുകളുണ്ട്. ചിലതൊക്കെ അവകാശവും സ്വാതന്ത്ര്യവും കുറച്ചധികമാണ്. കാരണം വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പോലും, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി യുവജന രംഗത്തുനിന്ന് വന്നതാണ്, എടോ പിണറായി വിജയ എന്ന് പറഞ്ഞ് പ്രസ്താവിക്കുമ്പം കൈയടിക്കുന്ന രീതിയുണ്ടല്ലോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പോലും. എല്ലായിടത്തും ഞങ്ങളാരും ഒരാളെ അങ്ങനെ പറയാറില്ല. ഞങ്ങൾക്ക് അതിശക്തമായിപ്പോൾ എനിക്കും എന്നെപ്പോലുള്ള ആളുകൾക്ക് ഞങ്ങളുടെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ട്. എത്ര ക്രൂരമായ മർദ്ദനമേറ്റ് വാങ്ങിയിട്ടുണ്ട്, കൈയൊടിഞ്ഞിട്ടുണ്ട്, എൻ്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ മർദ്ദനമേറ്റവരാണ്. അതിൻ്റെ പേരിൽ ആളുകളോട് അതിൻ്റെ ഒരു വ്യക്തിപരമായിട്ടല്ല, അതിൻ്റെ ശക്തമായ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിനകത്ത് പൊതുവിൽ മാതൃകയായി പെരുമാറേണ്ടവരാണ് പൊതുപ്രവർത്തകർ. അപ്പോൾ അങ്ങനെ പെരുമാറുന്ന ഒരു പിന്നെ പ്രവർത്തനം വേണം. പത്രപ്രവർത്തകരുൾപ്പെടെ പാലിക്കേണ്ട മാന്യതകളും മര്യാദയൊക്കെ ഉണ്ട്, അതൊക്കെ പാലിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിൽ ഈ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് ഒരു പരസ്യവാചകമല്ല. നാട്ടിലെ ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന, ലോകത്തെവിടെ പോകുന്ന മലയാളിക്കും കേരളത്തിലെത്തിയാൽ എനിക്കൊരു സ്വസ്ഥതയുണ്ടെന്ന് തോന്നുന്നൊരു നാടാണിത്. അത് സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിനെ ജനങ്ങൾ ശക്തിപ്പെടുത്തും, പിന്തുണയ്ക്കും, കൈയൊഴിയില്ല, കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും സമയം സംസാരിച്ചതിന് താങ്ക് യു. താങ്ക് യു. ഓക്കെ.